സ്നേഹധനങ്ങൾ പ്രിയമുള്ളവർ, എൻ്റെ കഥയുടെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ പിന്നെയും കേൾക്കുവാൻ പോവുകയാണ്. വളരെ വ്യത്യസ്തതയുള്ള ജീവിതാനുഭവങ്ങളുള്ള ഒരു പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് വലിയ ആത്മീക ബലത്തിന്, ധൈര്യത്തിന് കാരണമായി തീരട്ടെ. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്ന കർത്താവേ, എൻ്റെ കഥയുടെ ഒരു പുതിയ സെഷൻ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ പങ്കുവെക്കുന്ന ജീവിതാനുഭവം അനേകർക്ക് അനുഗ്രഹമായി തീരണം. ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. കർത്താവെ സന്നിധിയിലേക്ക് മുഴുവനായി സമർപ്പിക്കുന്നു. അവിടുത്തെ ദാസനെ അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. കർത്താവ്, ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് തിരികെയാണ്. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേകമാകുന്ന അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. സകല മഹത്വവും മാനവത്തേക്ക് അർപ്പിക്കുന്ന കർത്താവ്, വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നവർക്ക് കൊണ്ട് സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നു. ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്ററുടെ അനുഭവമാണ്. ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിട്ട ഒരു കർത്താവിൻ്റെ ദാസൻ. നിശ്ചയമായിട്ടും ഈ സാക്ഷ്യം നമ്മെ ഒക്കെ ചിന്തിപ്പിക്കുകയും ആത്മാവിൽ നമ്മയൊക്കെ ഉണർത്തുകയും ഒക്കെ ചെയ്യുന്ന, നമ്മെ സ്പർശിക്കുന്നൊരു സാക്ഷ്യമാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൻസെൻ്റ് വെള്ളനാട് വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടെ പ്രിയ പാസ്റ്റർ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വെള്ളനാട് അല്ലേ? അതെ, വെള്ളനാട് കേരളത്തിന്റെ വടക്കോട്ടാണ്. അതെ, കാത്താക്കടയ്ക്കും കാത്താക്കട, നെടുമങ്ങാട്, നെടുമങ്ങാട്. ശരി, ഞാൻ നെടുമങ്ങാട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചിന്തയങ്ങ് നമ്മുടെ വടക്കൊരു ഒരു സ്ഥലമുണ്ടല്ലോ, നെടുങ്കാടപ്പള്ളിയാന്ന് തോന്നുന്നത് അല്ലേ? എൻ്റെ ചിന്ത അങ്ങോട്ടാണ് പോയത്. അതാ ഞാൻ വടക്കോട്ട്. വടക്കല്ല, അങ്ങ് തെക്കാണ്. തെക്ക, കേരളത്തിൽ തെക്ക്. ശരി, നെടുമങ്ങാട് ഞാൻ വന്നിട്ടുണ്ട്. നെടുമങ്ങാടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെയാണോ പാസ്റ്റർ ജനിച്ചു വളർന്നൊക്കെ? അതെ, ജനിച്ചു വളർന്നത് നെടുമങ്ങാട് തന്നെ. കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. ആളുകൾക്ക് പരിചയപ്പെടാൻ വേണ്ടി ജീവിതാനുഭവങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പപ്പായുടെ പേര് യെശയാവ് എന്നാണ്. അമ്മയുടെ പേര് ലിസി എന്നാണ്. അവരുടെ മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. 5 മക്കളുണ്ട്, അതിൽ ഏറ്റവും ഇളയാളാണ്. എൻ്റെ നേരെ മൂത്തത് 2 ചേച്ചിമാരാണ്. അതിന് മുകളിലുള്ളത് 2 ജ്യേഷ്ഠന്മാരാണ്. അവരെല്ലാവരും ആത്മീക ഗോളത്തിലാണ്. ഏറ്റവും മൂത്തയാള് ജ്യേഷ്ഠൻ പാസ്റ്ററാണ്, പാസ്റ്റർ ജോയ്സൺ എന്ന് പറയും. രണ്ടാമത്തെ ആള് പാസ്റ്റർ യേശുദാസ്. പുള്ളി ഭാഗികമായി കർത്താവിന്റെ വേല ചെയ്യുന്നു, ഉപജീവനത്തിന് കൂടെ പോകുന്നുണ്ട്. പിന്നെ 2 സഹോദരിമാരുണ്ട്, അവരും ഇവരുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ വേലയുടെ മുഖത്താണ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു. എൻ്റെ വൈഫിന്റെ പേര് സുഗന്ധി എന്നാണ്. അത് ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകളുടെ പേര് വിൻസി എന്നാണ്. രണ്ടാമത്തെ മകളുടെ പേര് ഡാനി. ഏറ്റവും ഇളയ ആളിന്റെ പേര് ബ്ലസ്സി എന്നാണ്. 3 പേരും വിവാഹിതരാണ്. ഞങ്ങൾക്ക് 5 പേരക്കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങനെ സന്തോഷമായിരിക്കുന്നു. ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടേത് എന്ന് ദൈവസന്നിധിയിൽ പറയുകയാണ്. പെന്തിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണോ ജനിച്ചത്? അങ്ങനെ ഒരു കുടുംബമായിരുന്നു? സിയോൺ സംഘം എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്റ്റൽ കൂട്ടായ്മയിലാണ് എൻ്റെ അപ്പൻ മാനസാന്തരപ്പെടുന്നത്. മറ്റൊരു വിഭാഗത്തിലായിരുന്നു. അവര് രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്റ്റലിലേക്ക് വരുന്നത് സിയോൺ സംഘം എന്ന് പറയുന്ന സ്റ്റീവൻ പാസ്റ്റർ എന്ന് പറഞ്ഞ, അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരുടെ കീഴിലാണ് സ്നാനമേൽക്കുകയും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മക്കളെല്ലാവരും അതുപോലെ ചെറുപ്പം മുതലേ കർത്താവിന്റെ ഹിതപ്രകാരം തന്നെയാണ് വളർത്തപ്പെട്ടത്. വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ ആത്മീക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ഒരു ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയെ പാസ്റ്റർ നേരിട്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിൽ നിന്ന് എത്രമാത്രം പാസ്റ്റർക്ക് കരകയറുവാൻ കഴിഞ്ഞു? കരകയറുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ പൂർണ്ണമായിട്ടും ശരീരത്തിന്, എന്റെ കാലുകൾക്ക് ഇപ്പൊ ചലനമില്ല.
ഒരു അപകടം പറ്റിയതാണ്. മരത്തിൽ നിന്ന് വീണതാണ്. നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി അതെ, ഉണ്ടായിരുന്ന ഒരു മരത്തിൽ. അതെ, വീൽ ചെയറിലാണ് അങ്ങനെ പറയുമ്പോൾ. വീഴ്ചയല്ല. അതെ, തീർച്ചയായിട്ടും പുറത്തെല്ലാം വീഴ്ചയിലാണ് കൂടുതൽ പുറത്തെല്ലാം സമയം. പോകുമ്പോൾ വീൽ ചെയറിലാണ്. തീർച്ചയായിട്ടും. ശരി. ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അനുബന്ധ അനുഭവങ്ങൾ അതെ, കേൾക്കാനുണ്ട്. praise the Lord. അതുകൊണ്ട് നമുക്ക് ഇനിയും സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ പാസ്റ്റർക്ക് സമയം തരിക, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികളും അതിനെ എങ്ങനെ അതിജീവിച്ചതെന്നൊക്കെ പാസ്റ്റർക്ക് പറയാം കേട്ടോ. അത് നമ്മുടെ പ്രേക്ഷകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ, ധൈര്യമായി തീരട്ടെ. ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. Okay, pastor. ശരി. Praise the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഞങ്ങള് സഹോദരങ്ങളും മാതാപിതാക്കളും വളരെ സന്തോഷത്തോടെ തന്നെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരെല്ലാവരും സഹോദരങ്ങളൊക്കെ കുടുംബമായി, അവർക്ക് മക്കളൊക്കെ എന്നെ പോലെ അവർക്ക് കൊച്ചുമക്കളുണ്ട്. ഞാനും ഏറ്റവും ഇളയാളാണ്. എല്ലാവരും അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഏകദേശം 97 വയസ്സോളം എൻ്റെ അപ്പന് ഇപ്പോൾ പ്രായമുണ്ട്. അമ്മയ്ക്കും അതുപോലെ 85 വയസ്സോളമായി. എല്ലാവരും കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഇതിനിടയ്ക്ക് അതുപോലെ ഞാൻ 10ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ ചെറുപ്പത്തിലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു രോഗം മുഖാന്തരം പെട്ടെന്ന് ഒരു 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ, എനിക്ക് നന്നായിട്ട് അറിയില്ല, ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ജീവൻ നഷ്ടപ്പെട്ടു പോയതുപോലെ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ രോഗനിമിത്തം ഞാൻ നിർജീവമായി. അപ്പോൾ പെട്ടെന്ന് അപ്പൻ നിന്ന സ്ഥലത്തേക്ക് എൻ്റെ ചേച്ചി ഓടിപ്പോയി, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പനും സഹോദരങ്ങളുമായിട്ട് കൃഷി സ്ഥലത്താണ് അവർ നിന്നിരുന്നത്. അവർ ഓടി വന്നു. അപ്പോ അപ്പൻ ഇങ്ങനെ കയ്യിലെടുത്ത് ദൈവത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു, ഇവനെ ദൈവം തിരിച്ചു തരികയാണെങ്കിൽ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി അവനെ പൂർണ്ണമായും അതിനുവേണ്ടി സമർപ്പിച്ച് വളർത്തിക്കൊള്ളാം എന്ന് പറയുവാനിടയായി. അപ്പൊ അതിനു മുമ്പ് തന്നെ പലപ്പോഴും മാതാപിതാക്കളോട് തന്നെ ഞങ്ങളുടെ ഈ തലമുറകൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന തലമുറകൾ എല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവരാണെന്നുള്ള ഒരു ദൈവികാലോചന ദൈവദാസന്മാരുടെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്നെ ഒരിക്കൽ കൂടെ അവിടെ സമർപ്പിച്ചു. പെട്ടെന്ന് എനിക്ക് എൻ്റെ കൈകാലുകൾക്ക് ചലിക്കാൻ തുടങ്ങി എന്ന് അവർ പറഞ്ഞാണ് എനിക്കറിയാന്നുള്ളത്. പലയിടത്തും എൻ്റെ മാതാപിതാക്കൾ ഇന്നും അത് സാക്ഷീകരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതിന് പ്രകാരം ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ബൈബിൾ കോളേജിലേക്ക് പഠനത്തിന് വേണ്ടി കടന്നുപോയി. അവിടെ 2 വർഷത്തെ കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്ന് കുറച്ചു നാള് കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ വിവാഹവും കഴിയാനിടയായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ കുടുംബത്തിലെ ഒരംഗമായി ഒരു കർത്തൃദാസി എനിക്ക് ദൈവം തരുവാനിടയായി. വളരെ അധികം സന്തോഷകരമായ അനുഭവത്തിലൂടെയാണ് എൻ്റെ ദൈവം ഇന്നുവരെ എന്നെ നടത്തുന്നത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ നീലഗിരി, ഗൂഡല്ലൂര്, തമിഴ്നാട്, അവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുവാനിടയായി. പെട്ടെന്നൊരു ടീം പ്രവർത്തനത്തിന് വേണ്ടി എനിക്ക് അവിടെ ഒരു അവസരം ലഭിക്കുകയും ഞങ്ങൾ അവിടെ പോയി കർത്താവിന്റെ വേല. എൻ്റെ വൈഫ് മലപ്പുറത്ത് എൻ്റെ വൈഫിന്റെ സഹോദരൻ പാർക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആക്കിയിട്ട് അവരും കർത്താവിന്റെ വേലയുടെ മുഖത്താണ്. അദ്ദേഹം ചെയ്യുന്ന സംഘടനയിൽ തന്നെയാണ് ഒരു ടീം വർക്ക് ലഭിച്ചത്. അപ്പോഴാണ് ഞാൻ ഗൂഡല്ലൂരിലേക്ക് പോയി, നീലഗിരിയിലേക്ക് പോയി. അവിടെ ടീം വർക്ക് 10 ദിവസത്തെ വർക്ക്, പരസ്യയോഗങ്ങളും അതുപോലെ തെരുവുകളിലൊക്കെ ട്രാക്ട് വിതരണം, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി കർത്താവിനെ കുറിച്ച് പറയുക. അവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതിനിടയ്ക്കുള്ള സൺഡേയില് ഒരു സഭയിൽ ഈ ടീം വർക്ക് ചെയ്യുന്ന ലീഡർ വർക്ക് ചെയ്യുന്ന ആ സഭയിലെ ഒരു അവസരം എനിക്ക് തരുവാനിടയായി. ഒരു മെസ്സേജ് കൊടുക്കുവാനായി അരമണിക്കൂർ സമയം ലഭിച്ചു. ഞാനിങ്ങനെ മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും വലിയ സ്നേഹമുള്ള വിശ്വാസികളും സംഘടന പാസ്റ്റേഴ്സ് ആയാലും എല്ലാവരും മുൻനിരയിൽ നിൽക്കുന്നവരെല്ലാവരും വളരെ സ്നേഹമുള്ളവരാണ്. ഞാൻ ആ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് അതിന്റെ പ്രസിഡന്റ് കൂടെ അവിടെ സഭാരാധനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കഴിഞ്ഞ് ആരാധനയൊക്കെ കഴിഞ്ഞ സമയത്ത് എന്നോട് ആരും പിരിഞ്ഞു പോകില്ല, അതിനു മുമ്പ് തന്നെ എന്നോട് ചോദിച്ചു, ഈ സഭ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥനയോടെയാണ് ആ ടീം വർക്കിന് തന്നെ പോയത്. ഒരു പ്രവർത്തനം, കർത്താവ് ഒരു സഭാ പ്രവർത്തനം തരണം, അത് ഈ ടീം പ്രവർത്തനം മുഖാന്തരം ഉണ്ടാകണം എന്നും ഞങ്ങള് കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ദൈവനിയോഗത്താൽ അതങ്ങനെ തന്നെ അതിന്റെ ഫസ്റ്റ് സൺഡേയിൽ, ആ ടീം പ്രവർത്തനത്തിന്റെ ആദ്യത്തെ ആ സൺഡേയിൽ തന്നെ അത് ലഭിക്കുവാനിടയായി.
എല്ലാവരും വലിയ സ്നേഹത്തോടെ ഞങ്ങളെ, അത് കഴിഞ്ഞ് വൈഫിനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുകയും വളരെ സ്നേഹത്തോടെ തന്നെ അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോട് ഇടപെടുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ആ അവിടുത്തെ വേല ആരംഭിക്കുന്ന സമയത്ത് തന്നെ ചില ഉപവാസ പ്രാർത്ഥനകളൊക്കെ മറ്റ് ഒരു ചർച്ചിലും പോകാതിരിക്കുന്ന, അതായത് അവര് പല ദൈവങ്ങളെയും ഒരുമിച്ച്, ഒത്തിരി ദൈവങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ഒത്തിരി പേര് അവിടെ ഞങ്ങളോടുകൂടെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക്, വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനകൾ സംബന്ധിക്കുവാനിടയായി. അങ്ങനെ അവരൊക്കെ പിന്നത്തേതിൽ ആദ്യം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവർ ദൈവം അവർക്ക് നൽകുന്ന വിടുതലുകൾ അനുഭവിച്ചിട്ട്, അവരുടെ തലമുറകളിലൊക്കെ ദൈവം ചെയ്ത നന്മകളൊക്കെ അനുഭവിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ദൈവം നൽകുകയും ഇതാണ് സത്യദൈവം, ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം കൊടുക്കുവാനിടയായി. അവരെല്ലാവരും കുടുംബത്തോടെ തന്നെ, കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനും ഞങ്ങളോട് ഒരുമിച്ച് സൺഡേ വർഷിപ്പിനൊക്കെ ആരാധനയ്ക്ക് കടന്നു വരുവാനും, ചുരുക്കി പറഞ്ഞാൽ പല ഈ ക്വാർട്ടേഴ്സുകൾ, അവിടെ ഈ തേയിലയുടെ വർക്ക് ചെയ്യുന്നവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഉള്ളിടത്തൊക്കെ ഞാനിങ്ങനെ ഭവന വിസിറ്റിംഗ് ആയി ഞങ്ങൾ ബൈബിളുമായിട്ട് പോകുമ്പോൾ അവരൊക്കെ എന്നോട് കൂടെ സഹകരിക്കുവാനും കൂടെ വരുവാനൊക്കെ ഇടയായി. അങ്ങനെ ദൈവത്തോട് ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് വൈഫ്, അതായത് അന്ന് പ്രഗ്നന്റ് ആയിരുന്നു, 7 മാസം പ്രഗ്നന്റ് ആണ്, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെറിയ കാലാവസ്ഥയുടെ ഒരു തണുപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്, അല്ലാതെ അവരെല്ലാവരും നന്നായിട്ട് അവിടെ തന്നെ ശുശ്രൂഷിച്ചോളാന്നൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് വൈഫിന്റെ പപ്പയും ഞങ്ങളുടെ വീട്ടിലുള്ളവരും ഒക്കെ പറഞ്ഞു, ഈ തണുപ്പിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, കാരണം അവിടെ ഉള്ളവർക്ക് അത് പ്രശ്നമല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് ആ ഒരു വിഷയത്തിന് വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ചില മാസങ്ങൾ, ഒരു 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനും വൈഫിനെ കൊണ്ടാക്കി വെച്ച് വീണ്ടും ശുശ്രൂഷയ്ക്ക് പോയി. തിരിച്ച് 2 മാസങ്ങൾ കഴിഞ്ഞ് ഞാനും നാട്ടിലേക്ക് വന്നു. അങ്ങനെ കുഞ്ഞ് ലഭിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കുഞ്ഞൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ഇവിടെ അപ്പനും അമ്മ, ഇങ്ങനെ സഹോദരങ്ങള്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയേക്കാൾ ഞാൻ എന്തോ ഒരു ചെറിയ ഒരു പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുവാനിടയായി. ഒറ്റയ്ക്കാണ് എന്നുള്ള, നമ്മൾ താമസിക്കുന്നിടത്ത് ഒറ്റയ്ക്കാണ്, അതൊരു വലിയ വിഷയമല്ല. കാരണം തൊട്ടടുത്ത് തന്നെ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികളുണ്ട്. അവർ എല്ലാ ആവശ്യങ്ങൾക്കും, ഭക്ഷണമായാലും മറ്റേത് കാര്യത്തിനായാലും, അത് മാത്രമല്ല അതിന്റെ സഭയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ കർത്തൃദാസന്മാരൊക്കെ എന്നെ ഭവനത്തിൽ ക്ഷണിക്കുകയും അവിടെ തന്നെ താമസിക്കണം, ഈ ആരാധനയ്ക്ക് മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ആയിരുന്നു ഈ 2 മാസക്കാലം. എങ്കിലും ഞാനത് തിരിച്ചുപോയി അവിടെ കർത്താവിന്റെ വേല തുടർന്ന് ചെയ്യാതെ നാട്ടിൽ വൈഫും കുഞ്ഞുമായി കടന്നു പോകാമെന്ന് ചിന്തിച്ച ഞാനിങ്ങനെ നീണ്ട 6 മാസത്തോളം അങ്ങനെ കടന്നുപോയി. എന്നിട്ടും കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞാൻ മടങ്ങി. 6 മാസം കഴിഞ്ഞ് തിരിച്ചു പോകാമെന്നാണ് കരുതിയത്, പറഞ്ഞിരുന്നത്. പക്ഷെ തിരിച്ചു പോയില്ല. അവിടുത്തെ ദൈവിക പ്രവൃത്തി, ഒരു ആലയം ലഭിച്ചു. ഇന്ന് ഒരു ആലയം ലഭിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് അധ്വാനിക്കണം. വിശ്വാസികളെ കർത്താവ് അന്ന് ആ സ്ഥലത്ത് ഒരുക്കിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു പേരെ കൂടെ കർത്താവ് തരുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നിട്ടും ഞാൻ മടങ്ങിപ്പോയി കർത്താവിന്റെ വേല ചെയ്യുന്നതിൽ മടുപ്പ് കാണിച്ചു. ഈ ദേശത്ത്, ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ ചെറിയ രീതിയിൽ, അവിടത്തെ പോലെ ചെയ്യുന്നതിലല്ല, മറ്റു ദേവദാസന്മാരോട് ചേർന്നുള്ള രീതിയിൽ കർത്താവിന്റെ വേല ചെയ്തു പോവുകയായിരുന്നു. ഒരു മീറ്റിംഗ്, ഒരാഴ്ചയിൽ ഒരു മീറ്റിംഗ് സ്വന്തമായി നടത്തുമായിരുന്നു. ഒരു യൂത്ത്, കുഞ്ഞുങ്ങൾക്കുള്ള യൗവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. ഒരു ശനിയാഴ്ച ദിവസം അത് മാത്രമാണ്. അല്ലാതെ സൺഡേയിൽ കർത്തൃദാസന്മാരോട് കൂടി ചേർന്നാണ് പ്രവർത്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ആ ദേശത്തുള്ള വേല പോലും എല്ലാ ദിവസവും ഓർക്കുന്നുണ്ടെങ്കിലും ഞാൻ അതൊരു പ്രാധാന്യം കൊടുക്കാതെ നാട്ടിൽ തന്നെ സ്ഥിരപ്പെട്ടു. അങ്ങനെ നീണ്ട നാളുകൾ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 3 അതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കൂടെ ലഭിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിന്റെ വേലയ്ക്കൊരു മുൻതൂക്കം കൊടുക്കാതെ അധ്വാനിക്കുക എന്നുള്ളതും പൈസ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിപ്പോയി. ഇവിടുന്ന് പോകുമ്പോൾ ഒരു പൈസയും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. യാത്ര ചെലവ് പോലും കഷ്ടിച്ച് മാത്രമേ ഞങ്ങൾ ആദ്യം ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പൊ കർത്താവ് തീർച്ചയായിട്ടും ഇവിടെ നടത്തും, എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പരിപൂർണ വിശ്വാസത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് കർത്താവ് അവിടെ നടത്തിയതും ഞങ്ങളെ
അവിടുത്തെ ശുശ്രൂഷകളെല്ലാം അപ്രകാരം തന്നെയായിരുന്നു. ഒന്നിനും ഒരു മുടക്കം ദൈവം വരുത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ആ, സമ്പത്തിന്റെ സമ്പത്തുണ്ടാ കുഞ്ഞുങ്ങളായി. അപ്പൊ അവർക്ക് ആവശ്യമുള്ളതൊക്കെ സമ്പത്ത് ഉണ്ടാക്കണം, അധ്വാനിക്കണം. ഭൂമി 60 സെന്റോളം ഭൂമി അന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ അധ്വാനിക്കണം, അപ്പനും അമ്മയൊക്കെ നന്നായി നോക്കണം എന്നുള്ള ചിന്തയും, ഒരു വശത്ത് കർത്താവിന്റെ വേലയുടെ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഭാരം, ഇത് പോരാ, എന്നെക്കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി വലുതാണ്, അത് ചെയ്യണമെന്നുള്ള ഒരു ഒരു ഉറച്ച ഒരു തീരുമാനം മനസ്സിലേക്ക് വരുന്നില്ല. ഇത് തന്നെയാണ്, ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാം, ഞാനിത് മടികൂടാതെ പറയുന്നതിന്റെ കാര്യം, ഞാനിത് പ്രാരംഭത്തിൽ ഈ വിഷയത്തെ പറയുന്നതിന്റെ കാര്യം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏതൊരു മനുഷ്യൻ അവിടുത്തെ ആ നിയോഗത്താൽ, ദൈവ നിയോഗത്താൽ ഇറങ്ങപ്പെടുന്നുവോ, ദൈവം വിളിച്ചിറക്കുന്നുവോ, പിന്നെ പുറകിലേക്ക് നോക്കരുത് എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു ഉറച്ച വിശ്വാസത്തോടെയുള്ള ജീവിതമായിരിക്കണം. ഞാൻ ഇനി പുറകോട്ട് നോക്കത്തില്ല എന്നുള്ള വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഈ പ്രാരംഭത്തിൽ എന്റെ സാക്ഷ്യത്തിന് മുൻപേ ഞാൻ എന്റെ സഹോദരങ്ങളെ ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു നിയോഗമുണ്ടെങ്കിൽ, ദൈവം നമ്മളെ നടത്തേണ്ട അല്ലെങ്കിൽ നമ്മളെ ആക്കി തീർക്കേണ്ട ഒരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മെ എത്തിക്കും. അത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അതിന് ഒരിക്കലും അതിന് സംശയമില്ല. ദൈവം നമ്മളെ കുറിച്ചുള്ള നിയോഗം, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതിയിലേക്ക് അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ അവിടെ എത്തിക്കും. നമ്മൾ വേണ്ട എന്നൊക്കെ പിന്മാറിപ്പോയാലും ചിലപ്പോൾ എത്തിക്കുന്നത്, ചിലപ്പോൾ ഇത്തിരി നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ വന്നെന്നിരിക്കാം. ഒരപ്പൻ ഒരു മക്കളെ ശാസിച്ച് നന്നായി വരണമെന്ന് ആഗ്രഹിച്ച് അവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും എൻ്റെ അപ്പന്റെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും എന്നിൽ നിന്ന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് താങ്ങാവുന്ന, അവർക്ക് നന്നായി വരേണ്ടതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിലെ അതിയായ ആഗ്രഹം നിമിത്തം അത് ചെയ്യാറുണ്ട്. കാരണം എന്നോടും അങ്ങനെ തന്നെയാണ് എൻ്റെ അപ്പനും എന്നെ വളർത്തിയത്. നമ്മുടെ എല്ലാവരെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുപോലെ നമുക്ക് സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ഈ ലോകത്തിലെ മാതാപിതാക്കളെക്കാൾ അധികം നമ്മളെ അധികം സ്നേഹിക്കുകയും നമ്മളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതും നമുക്ക് വേണ്ടിയുള്ള വിചാരങ്ങളും നമുക്ക് വേണ്ടിയുള്ള വഴികളും എല്ലാം ആ ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അത് ഞാൻ ഒരു പ്രാരംഭത്തിൽ ഇത് പറയുന്നതിന്റെ കാര്യം, ഞാൻ അങ്ങനെ ഈ ദൈവ വേലയെ, എനിക്ക് ദൈവം എന്നെ ഭരമേൽപ്പിച്ച് എന്റെ മേൽ തന്നിരുന്ന ആ പ്രവൃത്തിയെ, ദൈവം എനിക്ക് തികയ്ക്കുവാൻ തന്ന വേലയെ ഞാൻ അതിലേക്ക് ഞാൻ പോയില്ല. എന്നാൽ ഉള്ളത്തിൽ എവിടെയോ ഒരു കോണിൽ അവിടെ പോകണം, കർത്താവിന്റെ വേല അവിടെ തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അതിനുവേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ച് പോയതുപോലെ പിന്നത്തെ ഇതിൽ പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് കുറെ നാള് ഞാനിങ്ങനെ കുഞ്ഞുങ്ങളായ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഇനി എന്റെ സാക്ഷ്യത്തിലേക്ക് വരികയാണ്. 3 കുഞ്ഞുങ്ങളായി. അപ്പൊ ഭാരിച്ച കൃഷികളും അത് കഴിഞ്ഞ് അതിന്റെ കൂടെ കൂലിപ്പണിക്ക് കൂടെ പോകാൻ തുടങ്ങി. അതിന് ഏറ്റവും ശമ്പളം കിട്ടുന്ന ഒരു ജോലി അന്നുണ്ടായിരുന്നത് ഈ മാർബിളിന്റെ ടൈൽസിന്റെ ഒക്കെ വർക്കും, അതുപോലെ തന്നെ അതിനേക്കാൾ ശമ്പളമുള്ളത് ഈ മരം മുറിക്കുന്ന പണിയാണ്. അപ്പൊ അത് ചെറുപ്പത്തിലെ എല്ലാ ജോലികളും ഈ ഇച്ചിരി പുരയിടം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ മക്കള് 3 പേരെയും, 3 ആൺകുഞ്ഞു മക്കളെയും അപ്പച്ചൻ എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടി ശീലിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ജോലി കാര്യങ്ങൾ കൂടെ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ കൂലിവേല ഏതും ചെയ്യാനുള്ളതായ അറിവുണ്ട്. അങ്ങനെ മരം മുറിക്കുന്ന പണിക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങി. മരം മുറിക്കുന്ന പണിയിലൊക്കെ നല്ല ശമ്പളം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടത്. അത് അങ്ങനെ പൈസ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പൈസ ഉണ്ടാക്കണം, ഈ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് പോകണം എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഒന്നിനും കുറവുണ്ടായിരുന്നെന്നല്ല പറയുന്നത്. ഞാൻ അന്ന് ജോലിക്കൊക്കെ പോകുന്നതിനേക്കാളും അതിശ്രേഷ്ഠമായ രീതിയിലാണ് ഞങ്ങൾ അന്ന് കഴിഞ്ഞിരുന്നത്. ഞങ്ങൾക്കൊന്നിനും അന്ന് മുടക്കം ദൈവം വരുത്തിയിട്ടില്ലായിരുന്നു. അതിനേക്കാൾ അധികം ശ്രേഷ്ഠരായ ദൈവ വ്യക്തന്മാരുമായുള്ള കൂട്ടായ്മകള്, ഓൺലൈൻ പ്രയർ, ഗൂഡല്ലൂര് ഓൺലൈൻ പ്രയറുകള് ഹാളുകളൊക്കെ എടുത്തു അങ്ങനെ നടത്തുന്ന വലിയ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ പെട്ടെന്ന് നിലച്ചുപോയ എന്ന് പറഞ്ഞാൽ നിലച്ചു പോയതല്ല, ഞാൻ അതിനെ മറന്നു കളഞ്ഞ, അതിൽ നിന്ന് മാറിപ്പോയ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു. ഞാൻ ഈ കൃഷി ആവശ്യത്തിന് വേണ്ടി തന്നെ ഞാൻ ഒരു അടയ്ക്ക മരം, അതായത് കവുങ്ങെന്ന് ഇവിടെ പറയും, ഇത് വലിയ നിസ്സാരമായ ഒരു മരമാണ്. അത് മുറിക്കുന്നതിനൊന്നും വലിയ പ്രയാസമുള്ളതല്ല. അതിനേക്കാളും ഭാരിച്ച വലിപ്പമേറിയ ആളുകളൊക്കെ മുറിക്കാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ വലിയ തുകകളൊക്കെ കിട്ടിയാൽ അത് മുറിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അല്പം പ്രയാസമുള്ളതാണ്. ലൈൻ കമ്പി ഇങ്ങനെയൊക്കെയുള്ള ഉള്ള ഇടങ്ങളിലൊക്കെ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ പലരും വിസമ്മതിക്കാറുണ്ട്. എന്നാൽ ഞാൻ അതൊക്കെ ഈസിയായി അത് മുറിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഒരു നിസ്സാരം ഒരു കവുങ്ങില്
ഞങ്ങളുടെ കൃഷി ആവശ്യത്തിന് തന്നെ അതിനെ മുറിക്കാൻ വേണ്ടി ഒരു വടം കെട്ടാൻ വേണ്ടി വടം കെട്ടിയേച്ച് വലിച്ച് മുറി രണ്ട് മുറി താഴെ വയ്ക്കുമ്പോൾ വലിച്ചിട്ടാൽ മതി, നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് വീഴും. കാരണം അത് ഒന്നുമില്ലേല് മുറിച്ചിടാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അപ്പുറം ഇപ്പുറം ഈ കൃഷികളും ഈ വാഴത്തോട്ടങ്ങളും നമ്മുടെ ബന്ധുക്കളെയൊക്കെ റിലേഷൻസിലുള്ള എല്ലാവരുടെയും ഓരോ അതിരുകളാണല്ലോ. അപ്പൊ അവര് ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നു. അങ്ങോട്ടെങ്കിലും മറിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുറിക്കാൻ വേണ്ടി പോയതാ. അത് പോയിട്ട് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലെ ഏറ്റവും മുകളിലെ ഭാഗം ഞാൻ തന്നെ വേറൊരു ദിവസം മുറിച്ച് കളഞ്ഞിരുന്നു. അന്ന് വടമില്ലാഞ്ഞിട്ടാണ്, ഇത് മുറിക്കാനുള്ള വടമില്ലാഞ്ഞിട്ടാണ് ഞാൻ അന്ന് അത് മുറിക്കാൻ വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് അത് മാറ്റി വെച്ചത്. പക്ഷെ മുകളിലത്തെ ഭാഗം, ഏറ്റവും മുകളിലല്ല, അതിന്റെ ഓരയൊക്കെ ഉണ്ടാകുന്ന അടയ്ക്കയൊക്കെ ഉണ്ടാകുന്ന ഭാഗത്തിന് കുറച്ച് ഒരു 2-3 അടി താഴ്ത്തി വേറൊരു ദിവസം ഞാൻ മുറിച്ച് കളഞ്ഞിരുന്നതാണ്. ഇത് ഒരു ശനിയാഴ്ച ദിവസം, പിറ്റേന്ന് ഞായറാഴ്ചയാണ്. ഈ ശനിയാഴ്ച അടുത്ത് പെട്ടെന്ന് ചർച്ചില് CA മീറ്റിംഗ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ യൂത്ത് മീറ്റിംഗ് ഉണ്ട്. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത് മുറിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയില് വൈകുന്നേരം വരെ ഏകദേശം 6 മണിയോളം നിന്ന് 7 മണിക്ക് ചർച്ചിൽ കയറണം. 6 മണിയോളം നിന്ന് എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഭവനത്തിന് വേണ്ടി, പണിക്ക് വേണ്ടിയൊക്കെ അവിടെ ജോലിയായിട്ട് നിന്നിട്ട് വന്നാണ് ഈ മരം മുറിക്കാൻ വേണ്ടി മറ്റൊരു ദിവസം, ഞാൻ ഒരു ശനിയാഴ്ച ദിവസമാണ് അന്ന് ഞാനിത് ഇതുമായിട്ട് പോകുന്നത്, ഈ കയറ് കൊണ്ടുപോയി അതിനെ മുറിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാതെ അതിന്റെ ചുവട്ടിൽ എൻ്റെ അപ്പനുണ്ടായിരുന്നു, എൻ്റെ സഹോദരിയുടെ മകൻ, അദ്ദേഹം പാസ്റ്ററാണ്. അവർ രണ്ടുപേരും അതിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. അവര് എന്തോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ഇതിന്റെ അടുത്ത് എൻ്റെ ചേച്ചിയുടെ മകനോട് സംസാരിച്ചുകൊണ്ട് കയറി പോകുന്ന സമയത്ത് മുകളിലത്തെ ഭാഗത്ത് ഈ കൈ വിട്ടിട്ട് വളരെ ഉയരമുള്ള അതിൽ നിന്ന് കൈ ഇങ്ങനെ അടുത്ത് താഴോട്ട് നോക്കിയാണ് കയറുന്നത്. പെട്ടെന്ന് ആ തടിയുടെ സെന്ററിൽ വെച്ച് തന്നെ ഒരു കെട്ടിയേച്ച് ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ വീണ്ടും നല്ലൊരു മരത്തിൽ കയറുന്ന പോലെ ഞാൻ അങ്ങ് കയറിപ്പോയി. മുകളറ്റം ഞാൻ തന്നെ മുറിച്ചു കളഞ്ഞതുകൊണ്ട് അവിടെ പിടികിട്ടാതെ മുകളിലോട്ട് ഇങ്ങനെ കൈ കൊരുത്ത് കയറുന്നത് കൊണ്ട് ആ അടുത്ത ഭാഗം ഇങ്ങനെ മുകളിലോട്ട് പൊക്കി അവിടെ പിടിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നേരെ താഴെ വന്ന് വീഴുവാനിടയായി. ആ വീണ സമയത്ത് തന്നെ എല്ലാവരും ഓടിക്കൂടി. എൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസി തൊട്ടടുത്തുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ പുരയിടം കുറച്ച് താഴെയാണെങ്കിൽ പോലും എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു പോസ്റ്ററെ ആ സമയത്തേക്ക്? ഇത് 40ഓളം അടി പൊക്കം എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് കഴിഞ്ഞ് വീണ്ടും പൊക്കം ഉണ്ടത്. ഞങ്ങൾക്കത് മുഴുവനായും തന്നെ ഇത് വേണം. കാരണം അത് അടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് അതിനനുയോജ്യമായ രീതിയിൽ മുഴുവനോടെ ബാക്കി ഭാഗം വേണമെന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് നിന്നാണ് താഴെ വീഴുന്നത്. അപ്പോൾ ഈ വീഴുന്ന സമയം താഴെ വീണ് ഞാൻ വരുന്ന സമയം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഒത്തിരി സമയം എടുക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ്. അപ്പച്ചന് ഈ വേറൊരു ഭാഗത്ത് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ കണ്ടില്ല. ചേച്ചിയുടെ മകൻ കാണുക, അവനിങ്ങനെ വിളിക്കുകയാണ്, നിലവിളിക്കും പോലെ വിളിക്കുകയാണ്. കുഞ്ഞായിരുന്നു അന്ന്, ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ ഉച്ചത്തിൽ വിളിക്കുകയാണ്, ഇങ്ങനെ അങ്കിൾ ഇങ്ങനെ വീഴുകയാണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇതൊക്കെ ഞാനിങ്ങനെ കേട്ടുകൊണ്ടാണ് താഴെ വന്ന് വീഴുന്നത്. വീണ സമയത്ത് തന്നെ എൻ്റെ 2 കാലുകളുടെയും ചലനം നഷ്ടപ്പെട്ടു. ശരീരത്തൊരു മുറിവൊന്നും ഉണ്ടായില്ല. അടുത്ത ഉടനെ തന്നെ അവിടെ നിന്ന് കാലുകളും കൈകളും ചലിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അബോധാവസ്ഥയൊന്നും പോയിട്ടില്ല. ഡോക്ടർമാരൊക്കെ ചോദിച്ചത് അങ്ങനെയാണ്. അവിടെ നിന്ന് എന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അത് മാത്രമല്ല, പ്രത്യേകിച്ചൊരു കാര്യം, എൻ്റെ വൈഫിന് ചെറിയ ശ്വാസമുട്ടലിന്റെ പ്രയാസം അന്ന് ഉണ്ടായിരുന്നു. അപ്പോ അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുപോകണം, മീറ്റിങ്ങിന് പോകണം. അവരെ അല്ലെങ്കിൽ മീറ്റിങ്ങിന് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നുള്ള പെട്ടെന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ വൈഫിന് തന്നെ ഒരുങ്ങാനുള്ളതായ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള എല്ലാ റെഡിയാകാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ അത്രയ്ക്ക് അവശതയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ്, കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി ബാത്റൂമിൽ കൊണ്ടുവച്ച് റെഡിയായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുകയും ചെയ്ത്. അവിടെ കുളിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് ഞങ്ങൾ ഈ പുരയിടത്ത്. അപ്പൊ അതും കഴിഞ്ഞ് ഇത് മരവും മുറിച്ചിട്ടേച്ച് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ ഈ സംഭവം സമയത്ത് നടന്നു കഴിഞ്ഞ് പെട്ടെന്ന് ആൾക്കാരൊക്കെ ഒരുമിച്ച് ഓടിക്കൂടി. എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഓടി വന്നു, ഒരു കാറ് കൊണ്ടുവന്നു. എന്നാൽ ഫോണിന്റെ സംവിധാനങ്ങളോ മൊബൈലോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് അപ്പൊ എൻ്റെ ജ്യേഷ്ഠനും എല്ലാവരും കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അടുത്ത് ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡോക്ടർ, ഇതിന്റെ പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പാസ്റ്ററുടെ വൈഫാണ്, അവരവിടെ ഉണ്ടായിരുന്നു. അവരെ ഒന്ന് കാണിച്ചിട്ടാണ്
അതുവഴിയാണ് പോകുന്നത്, മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അവർ വന്ന് നോക്കിയിട്ട് തന്നെ വളരെ ഈ അവസ്ഥ കണ്ടപ്പോൾ വളരെ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണ് അവരവിടെ പറഞ്ഞത്. അപ്പൊ എന്നെ കൊണ്ടുപോകുന്നതിന് തൊട്ടു പുറകിലൂടെ അനേക വാഹനങ്ങൾ, സുഹൃത്തുക്കളെയും ബന്ധുക്കളുടെയും ഒക്കെ വാഹനങ്ങൾ, ബൈക്കിലൊക്കെ എന്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഞാൻ കാറില് എന്റെ അപ്പന്റെ തലയിൽ മടിയിൽ തല വെച്ചിട്ട് മൂത്ത ജ്യേഷ്ഠന്റെ മടിയിൽ എന്റെ കാലും വെച്ച് എന്നെ എടുത്ത് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോ മെഡിക്കൽ കോളേജില് ഇതുപോലെ കൊണ്ടുപോയി അവര് പ്രാഥമികമായ ശുശ്രൂഷകളൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങള്, പല അവസ്ഥകളും വെച്ച് ശരീരത്തിലുള്ള പല നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അവര് പറഞ്ഞത് കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്തവരെന്നെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തത്. വാർഡിലേക്കൊന്നും കൊണ്ടുപോയില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടത്തി. പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണ് വാർഡിലേക്ക്, കാരണം മിനിറ്റുകൾക്കുള്ളിൽ മരണപ്പെടും എന്നുള്ളതാണ് അവരെല്ലാവരും കണ്ടുപിടിച്ചത്. അത് അവസ്ഥയായിപ്പോയി. കാരണം ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ വളരെ ശോചനീയ അവസ്ഥയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചതുപോലെ. സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ഇതാണ്. അബോധാവസ്ഥയിൽ പോയില്ല. വൊമിറ്റിംഗ് ഒന്നും ഉണ്ടായെന്നൊക്കെ ചോദിച്ചതില്ല. അങ്ങനെയൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവര് അടുത്ത് നോക്കി കൊണ്ടുപോയി കിടത്തി. അവർക്ക് തന്നെ അറിയാം എന്റെ നട്ടലിന്റെ കശേരുക്കൾ പൊട്ടിയതാണ്, എന്റെ സുഷുമ്ന നാഡിക്ക് തകരാറുണ്ടായതാണ് ഈ പ്രശ്നമെന്ന് അവർക്കറിയാം. ഞാനതൊന്നും വിചാരിക്കുന്നില്ല. ഞാനിങ്ങനെ ഓർമ്മയോടും സംസാരിക്കാനൊക്കെ കഴിയുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അടുത്ത നിമിഷം തന്നെ ഇവിടെ ചികിത്സ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നടന്നു പോകും, എന്നെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഇതിലാണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ ഈ ശരീരത്തിലെ ഈ അവസ്ഥ ഇങ്ങനെയായി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടുമെന്ന് എന്റെ സഹോദരങ്ങളോടൊക്കെ അപ്പനോടും ഒക്കെ പറയുവാനിടെ അവർ പറഞ്ഞു, ഇത് രക്ഷയില്ല, ഇതിന് വലിയ ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് എന്തായാലും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവര് വീണ്ടും ഞാൻ ജീവനോടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു വാർഡിലേക്ക് കൊണ്ടാക്കി. വാർഡിലെത്തിയതിനു ശേഷം അവിടെ മറ്റ് ഒന്നും ചെയ്തില്ല. പക്ഷെ വേദനയുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദനയുണ്ട്. ഈ നട്ടലിന് നന്നായിട്ട് നട്ടലിന്റെ ഭാഗത്ത് വേദന ശരീരത്തിലുണ്ട്. പല വിഷയങ്ങളും ബ്ലോക്കായി ഇരിക്കുന്നെങ്കിലും അതിനെല്ലാ ക്രമീകരണങ്ങളൊക്കെ അവർ ചെയ്തു. അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. കാരണം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഒരു ഞായറാഴ്ച അവർ വന്നു, ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. 72 മണിക്കൂറാണ് ഇതിന്. 72 മണിക്കൂറുകൾക്കുള്ളിൽ കാല് അനങ്ങുന്നെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞു. കാലോ കൈയോ അനങ്ങുകയാണെങ്കിൽ, കൈ അല്പം നന്നായി ഒരുവിധം അനങ്ങും, നന്നായിട്ട് പ്രവർത്തിക്കില്ലെങ്കിൽ വളരെ പ്രയാസമില്ല, എങ്കിലും ഒരു മരവിപ്പുണ്ടായിരുന്നു. കാലുകൾ പൂർണ്ണമായും പ്രവർത്തനം ഇല്ലാതെ, അത് തൊട്ടാൽ അറിയില്ല, സ്പർശനമില്ല, ഒരു വിരല് പോലും ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 3 ദിവസത്തെ 72 മണിക്കൂറിനുള്ളിൽ ഈ ഇഞ്ചക്ഷന്റെ പവറിൽ കാലിന്റെ ഒരു വിരലെങ്കിലും ചലിക്കുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റു തുടർന്നുള്ള ചികിത്സ ചെയ്യാമെന്ന് കരുതി അവരവിടെ വാർഡിൽ തന്നെ കിടത്തിയിരുന്നു. എന്നിട്ട് 72 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും ഈ കാലുകൾ ചലിച്ചില്ല. അവര് 2-3 മണിക്കൂറുകൾക്കുള്ളിൽ മരണപ്പെടുമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാനിന്ന് ഈ സാക്ഷീകരിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളും എന്റെ കൂട്ടുകാരൊക്കെ ഇതിന് സാക്ഷികളാണ്. കാരണം എന്നേക്കാൾ അവര് നന്നായിട്ട് ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർമാരുടെ വാക്കുകൾ അത് കേട്ടിട്ടുള്ളവരാണ്. അപ്പോ ഈ 72 മണിക്കൂർ കഴിഞ്ഞിട്ടും ഞാൻ മരണപ്പെടാതെ ഇരിക്കുന്നു, ജീവനുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു സ്കാനിങ് ചെയ്യണമെന്ന് ഇതിനിടയിൽ തന്നെ ഈ 72 മണിക്കൂർ 3 ദിവസത്തിനുള്ളിൽ തന്നെ അവരൊരു സ്കാൻ ചെയ്യിപ്പിച്ചു. ഫുള്ളായി എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക്, ഇവിടുന്ന് മെഡിക്കൽ കോളേജിലാണെങ്കിലും അവരവിടെ നിന്ന് മറ്റൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊണ്ടുപോയാണ് എന്നെ സ്കാൻ ചെയ്യിപ്പിച്ചത്. എഴുതി തന്നു, അതുപോലെ സ്കാൻ ചെയ്തു. ആ സ്കാൻ റിപ്പോർട്ട് നോക്കിയാൽ അറിയാമെന്നുള്ള ഒരു വ്യക്തികൾക്കും അതിന് പ്രകാരം ഇന്ന് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിൽ ശരീരത്തില് അവസ്ഥ മാറിയിരുന്നു. അങ്ങനെ എന്നിട്ട് ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ മരണപ്പെടുമായിരിക്കും എന്ന് പ്രതീക്ഷയാണ് ഡോക്ടേഴ്സിന്. പെട്ടെന്ന് അവരെ കൊണ്ടുപോയി എന്നെ മറ്റ് ചികിത്സകളൊന്നും ചെയ്യുന്നില്ല. മറ്റൊന്നുമല്ല, കാരണം ഇതിൽ രക്ഷയില്ല, അവരിതിന് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവർ ഒഴിഞ്ഞ ഒരു കാര്യം, കേശു അത്യാഹിത വിവാഹത്തില് പണി നടക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്നും പലരെയും അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു ശരീരത്തിൽ ഇനി മറ്റൊന്നും ചെയ്യണ്ട എന്നുള്ളതായിരിക്കാം. പക്ഷെ ഇത് 25ഓളം ദിവസം അങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടന്നു. 21ാമത്തെ ദിവസമായപ്പോൾ എന്റെ ശരീരത്തിന്റെ ഈ കിടന്നിട്ട് അസഹനീയമായ വേദനയും പനിയുമാണ്. ആഹാരമൊന്നും പക്ഷേ
കഴിക്കാൻ കഴിയുന്നില്ല. ഒരു അസ്ഥികൂടം പോലെ ഞാൻ ആകുവാനിടയായി. പുറം ഭാഗത്ത് ചെറിയ ചെറിയ ഇങ്ങനെ നമ്മള് ചൂടുവെള്ളം വീണിട്ട് പൊള്ളുന്ന പോലെ പൊള്ളി, അങ്ങനെ ചെറിയ ചെറിയ വ്രണങ്ങൾ പോലെ അങ്ങനെ വരാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, നമ്മൾ ഈ കിടക്കുന്നതിന്റെ ഒരു ഇതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചരിച്ച് കിടത്താറുണ്ടെങ്കിലും അങ്ങനെ 2-3 ഭാഗത്ത് ചെറിയ രീതിയിൽ അങ്ങനെ വന്നു തുടങ്ങി. അപ്പോ ഡോക്ടർമാർക്കൊക്കെ വലിയ പ്രയാസമായി. മറ്റൊന്നുമല്ല, ഇതിന് വലിയ വ്രണമാകും. അത് കിടന്നു കഴിഞ്ഞാൽ എനിക്കന്ന് അറിയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ വ്രണമാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അതിനുശേഷം, ഞാൻ അനുഭവിച്ചതിന് ശേഷവും മറ്റ് പല രോഗികളായി കിടക്കുന്നവരൊക്കെ പോകാൻ ഈ കാലങ്ങളിൽ എനിക്ക് കഴിയുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ ഇത്രയും വലിയ വ്രണങ്ങളൊക്കെ ആകുമെന്നുള്ളത് എനിക്കറിയാമുള്ളത്. പക്ഷെ അന്ന് ഡോക്ടർക്ക് അറിയാം ഇതിനി മറ്റൊരു തലത്തിലേക്ക് ഇത് നീങ്ങുകയാണ്, ശരീരത്തിന്റെ പ്രവർത്തനമില്ല, ബ്ലഡ് ഓട്ടം വളരെ കുറവാണ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് വലിയ വ്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഡോക്ടർമാരും എന്നെ ട്രസ്റ്റ് ചെയ്യാൻ, ആ ചെറിയ രീതിയിൽ ട്രസ്റ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ അവർക്കൊക്കെ ഒരു വിഷമം പ്രകടിപ്പിക്കുവാനിടയായി. അപ്പൊ ഒരാള് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഇനി ഒരു കാര്യം വൈഫിനോട് പറഞ്ഞു. വൈഫിനോട് എന്നും ഡോക്ടേഴ്സ് പറയുന്നത്, കാരണം അവര് ഞാൻ മരണപ്പെട്ട് കാണുന്നൊക്കെ വിചാരിച്ചാണ് ചില ഡോക്ടേഴ്സ് ഒക്കെ രാവിലെ വരുന്നത്, പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് ഒക്കെ. പക്ഷെ അവർ വരുമ്പോൾ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ആയിരിക്കും കിടക്കുന്നത്. വേദനയുണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടെ കിടക്കുമ്പോൾ അവരും അറിയാതെ ചിരിച്ചു തലയിലൊക്കെ തലോടിയിട്ടാണ് അവര് പോകുന്നത്. അപ്പോ വൈഫിനോട് പറയും, വലിയ പ്രതീക്ഷയില്ല, കൂടുതൽ പൈസയൊന്നും മുടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവര് എന്റെ ബന്ധുക്കളൊക്കെ വിചാരിച്ചത് എന്തെങ്കിലും കൈക്കൂലി കൊടുത്താൽ അത് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു ഡോക്ടറെ പോയി അങ്ങനെ കാണാനിടയായി. പക്ഷെ അവര് പറഞ്ഞു, അതിനൊന്നും അങ്ങനെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അങ്ങനെയൊന്നും പൈസ തരണ്ട. അങ്ങനെ 2 ഡോക്ടർമാരും അങ്ങനെ പൈസയൊന്നും മേടിച്ചില്ല. വീട്ടിൽ പോയാണ് അവരെ കണ്ടത്. അങ്ങനെ ഈ 21-ാമത്തെ ദിവസം ഇതിങ്ങനെ വ്രണങ്ങൾ ഉണ്ടായി. അപ്പോ ഒരാൾ വന്നു വൈഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനോ എന്തെങ്കിലും ഈ പുള്ളിക്ക് വേണ്ടി ചെലവാക്കാനുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഇത്രയും ദിവസമായില്ലേ, ഇത്രയും ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ, ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടും, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകും, കുറച്ച് പൈസയാകും, നിങ്ങൾ എന്തെങ്കിലും ചെയ്തത് ചെയ് എന്ന് വൈഫിനോട് പറഞ്ഞു. വൈഫ് ആ നിമിഷം മുതൽ ഞങ്ങളെപ്പോഴും കണ്ണുനീരിലാണ്. ഇടയ്ക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങളെ കാണാൻ കുഞ്ഞുങ്ങൾ വളരെ ചെറുപ്പമാണ്. ഏറ്റവും ഇളയ മകൾക്ക് അന്ന് 1.5 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോ ഇവരെയൊന്നും കാണാൻ കഴിയാതെ ഞങ്ങൾ 21 ദിവസങ്ങളും ഇങ്ങനെ നീളുകയാണ്. ഇടയ്ക്കൊരു ഒന്ന് കൊണ്ടുവന്ന് ഞങ്ങളെ 1 ദിവസം 2 ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് കണ്ടിട്ട് വീണ്ടും തിരിച്ച് അവര് കരഞ്ഞുകൊണ്ട് പോകുന്നതും, ഞാൻ അവര് പോയതിന് ശേഷം കരയുന്ന ഞങ്ങളൊക്കെ കണ്ടതില്ല. എനിക്കിങ്ങനെ അവരെ ഓർക്കുമ്പോൾ വല്ലാതെ ഞാൻ അവിടെ കിടന്ന് കരയും. എല്ലാ ദിവസവും ഇങ്ങനെ കരയുമ്പോൾ ഞാൻ വൈഫിനോട് പറയും, നീ ഒരു കാര്യം ചെയ്ത് ഒരു ടവൽ എടുത്ത് എന്റെ മുഖത്തേക്ക് നീ ഇട്ടതാന്ന് പറയും. അവർക്ക് മനസ്സിലാവും കരയാൻ വേണ്ടിയാണ്, വിഷമം കൊണ്ടാണ് എന്ന് പറയും. ഞാൻ അവിടെ ശബ്ദം കേൾക്കാതെ ഞാൻ എന്റെ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകും. മറ്റൊന്നുമല്ല, എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രായം ചെന്ന അപ്പനമ്മ, വൈഫിന്റെ കാര്യം, ഇതെല്ലാം ഓർത്തിട്ട് വല്ലാതെ കണ്ണ് നിറഞ്ഞൊഴുകും. ഏറ്റവും കൊച്ചു കുഞ്ഞുങ്ങളാണ്, പൊതുവില് അവര് പെൺകുഞ്ഞുങ്ങളുമാണ്. അവരെ ഒന്ന് ലാളിച്ചിട്ടുള്ള ആ കൊതി എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എന്റെ മൂത്ത സഹോദരങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഞാനാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഞാനാണ് അവരെക്കാൾ അധികം എടുക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം, ഞാൻ ഏറ്റവും ഇളയ ആളായതുകൊണ്ട്. എങ്കിലും എന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ അതുപോലെ ലാളിക്കുകയോ സ്നേഹിക്കാനോ അവരോട് സമയം ചെലവഴിക്കാനൊന്നും എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം എന്റെ മനസ്സിലുണ്ട്. അവരൊരു വളർച്ച എത്തിയില്ലല്ലോ, അതിനിടയ്ക്ക് ഞാനിങ്ങനെ നഷ്ടമായി പോകുന്നല്ലോ എന്നുള്ള ചിന്തകള് മനസ്സിലുണ്ട്. അങ്ങനെ ഈ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങനെ കേട്ടപ്പോ വൈഫ് വല്ലാതെ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറയുകയാണ്, ഇവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല, നമുക്കൊരു പ്രൈവറ്റിലേക്ക് കൊണ്ടുപോകണം എന്ന് വൈഫ് പറയാനിടയാണ്. അപ്പൊ തന്നെ അന്ന് ഞാൻ കുറച്ചു നേരം ഞാൻ വൈഫിനോട് പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യും, എന്നെ ഇനി ഇവിടെ കിടത്തിയിരിക്കണ്ട, മറ്റു സ്ഥലത്ത് കൊണ്ടുപോവുകയും വേണ്ട, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എല്ലാ ദിവസവും പാടി ആരാധിക്കുന്നത് പോലെ, നമ്മുടെ സന്ധ്യാ പ്രാർത്ഥന നടത്തുന്ന പോലെ നിങ്ങൾ എല്ലാവരും ഞാൻ കിടക്കുന്ന ബെഡിൽ എന്നെ കൊണ്ട് കിടത്തിച്ച് നിങ്ങൾ ചുറ്റും എല്ലാവരും കൂടി നിന്ന് ദൈവത്തെ കരങ്ങളടിച്ച് ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ആ ആരാധന, ആ പാട്ട് പാടുന്ന സമയത്ത് തന്നെ എന്റെ ജീവനെ ദൈവം എടുത്തുകൊള്ളും. അതുകൊണ്ട് എനിക്ക് ഇനി ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കാനും ഇവിടെ കിടന്നു, കാരണം ഈ വ്രണങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഇനി അവസ്ഥകൾ വളരെ പ്രതികൂലങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഭക്ഷണം നന്നായി കഴിക്കാൻ പറ്റുന്നില്ല, ഓറഞ്ചിന്റെ എന്തെങ്കിലും നീര് അല്പം തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ശരീരം വളരെ വീക്കായി. അപ്പോ വൈഫിനോട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ മതി, വീട്ടിൽ കൊണ്ടുപോയി കിടന്നു, മറ്റൊരു ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകണ്ട,
വീട്ടിൽ കൊണ്ടുപോയി കിടത്തുക. ഞാൻ ദൈവസന്നിധിയിൽ എന്റെ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെ കാര്യങ്ങളും പ്രാർത്ഥിച്ച് പരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് ആ സമയത്ത് എന്റെ ആത്മാവിനെ ദൈവം എടുത്തുകൊള്ളുമെന്ന് പറഞ്ഞു. അപ്പൊ വൈഫും ഞാനും, വൈഫ് കരയുന്നത് കണ്ട് ഞാനും കരഞ്ഞു, ഒത്തിരി കരഞ്ഞു, വളരെയധികം സങ്കടത്തോടെ. വൈഫിന്റെ കണ്ണുനീര് കണ്ടു തന്നെ അവളുടെ ഇങ്ങനെ മുഖത്ത് നോക്കുന്നെങ്കിലും കണ്ണുനീരിങ്ങനെ ധാരാധാരയായി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും ഇത് കണ്ടിട്ട് ഞാനും വിട്ട് കരയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ഇങ്ങനെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മള് എപ്പോഴും ആശ്രയിക്കുന്നത് ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയുമാണ്. അപ്പോ മറ്റൊന്നും അവള് ചിന്തിക്കാതെ ഈ വാക്ക് കേട്ടപ്പോ പിന്നെ മറ്റൊന്നും അവള് ചിന്തിച്ചില്ല. പ്രാർത്ഥിക്കാൻ അവളുടെ മനസ്സിൽ തോന്നി. പെട്ടെന്ന് ഇങ്ങനെ പുസ്തകം ഇങ്ങനെ ഒരു അരുവിയെന്ന് അങ്ങനെ വായിക്കുന്ന സമയത്ത് അവൾക്ക് അന്ന് വായിക്കാൻ വന്നിരുന്ന ആ ഭാഗം തന്നെ അവൾ എടുത്ത് വായിച്ചു. 118 സങ്കീർത്തനം 117 വായിച്ചു. അത് കഴിഞ്ഞ് 118 സങ്കീർത്തനമാണ് അവൾ വായിക്കാൻ ഇരുന്നത്. ആ 118 സങ്കീർത്തനം, ഈ ഞാൻ കിടക്കുന്ന അല്പം ഉയർന്ന ബെഡാണ്, പൊക്കമുള്ള ബെഡാണ്. ആ ബെഡിന് അടിയിലാണ് എന്റെ വൈഫ് വിരിച്ച് കിടക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രോഗികളാണ്, അപ്പുറം രോഗികൾ നിറഞ്ഞു കിടക്കുക. രോഗികൾ തറയിലും കിടപ്പുണ്ട്. അപ്പോ എന്റെ വൈഫ് ഈ താഴെ ഒരു പായ് വിരിച്ച് അവിടെയാണ് കിടക്കുന്നത്. അവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ വേദപുസ്തകം അവിടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അവിടെ ആവശ്യപ്പെട്ടത് കൊണ്ട് വേദപുസ്തകം കൊണ്ടുവന്നു. അപ്പൊ അവളുടെ ബൈബിൾ എടുത്ത് ഈ ഭാഗം വായിച്ചു. വളരെ ഈ വേദനയോടുകൂടെ കണ്ണുനീരോടുകൂടെ തന്നെ എനിക്ക് മനസ്സിലായി അവള് പ്രാർത്ഥനയ്ക്ക് പോവുകയാണെന്ന്, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ബൈബിൾ എടുത്ത് ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചു. 118 സങ്കീർത്തനത്തിന്റെ 17 വാക്യം, ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ വചനം അവളുടെ മനസ്സിൽ പെട്ടെന്ന് പതിയുവാനിടയായി. അപ്പൊ എന്നോട് ഇത് പറയാം. പെട്ടെന്ന് ആ വചനം കിട്ടിയോണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പേ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ കൈ പിടിച്ചു പറയാണ്, ചേട്ടൻ മരിക്കില്ല, എനിക്ക് ഈ വചനം കർത്താവ് എനിക്ക് തന്നു എന്ന് എന്നെ ആശ്വസിപ്പിക്കുവാനിടയായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കിന് പറയരുത്. ഇനി മരിക്കില്ല എന്നല്ല, മരിക്കും, ഒരു നാൾ മരണം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ രോഗം ഇത് മുഖാന്തരം മരണപ്പെടുവാൻ ഇപ്പോൾ മരണത്തിന് ദൈവം വിട്ടുകൊടുക്കില്ല. ഈ വചനമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഇതിൽ നന്നായി ഞാൻ ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള പദങ്ങളെ ഇനി ചേട്ടൻ പറയാം. ഞാൻ അന്ന് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ മരിക്കുമെന്ന് പറയാൻ കാരണം എല്ലാവരുടെയും മുഖങ്ങളൊക്കെ കാണുമ്പോൾ, നമ്മളെ കാണാൻ വരുന്ന ഡോക്ടേഴ്സിന്റെ ഒക്കെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവര് കുറച്ചൊക്കെ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടും കാര്യങ്ങൾ അവർ സംസാരിക്കുന്ന ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലായി. വൈഫിനോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ കൊണ്ട് എനിക്ക് എന്തായാലും ഇനി അടുത്ത നിമിഷങ്ങളിൽ മരണത്തിന്റെ വക്കുകളിലേക്ക് ഞാൻ എത്തുകയാണ്. എന്റെ ശരീരമാകട്ടെ, എന്റെ ശരീരത്തിലെ വ്രണങ്ങളാകട്ടെ, ഇങ്ങനെയൊക്കെ വന്നിരിക്കുക. അപ്പോ വൈഫും ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനി പറയരുത്, ഈ വചനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഞങ്ങൾ എന്റെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങള് രണ്ട് കൈ ഇങ്ങനെ അവളെ മുട്ടുമേൽ ഇങ്ങനെ നിന്ന് എന്റെ കൈ ഇങ്ങനെ ഞാനിങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് എന്റെ ഇടതുവശത്തുള്ള കൈയും കൂടെ പിടിച്ച് രണ്ട് കൈയും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അവള് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി അങ്ങനെ ഒരിക്കലും പറയരുത്, ദൈവം ഇതിൽ നിന്ന് വിടുവിക്കും, നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, എന്തായാലും നിന്റെ സമ്മതമാണ്. ഞാൻ ഇനി ഞാൻ ആ വചനത്തിൽ എനിക്കും പെട്ടെന്ന് എന്റെ ശരീരം ആ വചനം വന്ന് പതിച്ചപ്പോൾ തന്നെ വലിയൊരു ചൈതന്യവും ജീവനും അതിലേക്ക് വരുവാനിടയായി. എന്റെ മുഖം കുറച്ചുകൂടെ അന്ന് ആ സമയത്ത് ദുഃഖത്തില് ഒരു ഭാഗത്ത് ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആരെങ്കിലും വരുമ്പോഴാണ് ഞാൻ ചിരിച്ച് സംസാരിക്കുക. ആരോടും വേദന കാണിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ശരീരത്തിലെ വേദനയോ മനസ്സിലെ വേദനയോ ഒന്നും പുറത്ത് കാണിച്ച് ഒരു മനുഷ്യനോട് വന്ന് ഞാൻ അവിടെ വെച്ച് സംസാരിച്ചിട്ടില്ല. കാരണം നമ്മൾ ദൈവമക്കളാണെന്ന്, ദൈവവൈതങ്ങളാണ്, അങ്ങനെ ചെയ്യണ്ട എന്ന് മനസ്സിലെന്തോ ഒരു തീരുമാനമെടുത്തത് അത് മനസ്സിൽ തന്നെ വന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നും കരഞ്ഞിട്ടില്ല, വിഷമം കാണിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും ഈ ശരീരത്തിന്റെ അവസ്ഥകൾ കൊണ്ടൊക്കെ മുഖത്തിങ്ങനെ ദുഃഖം എവിടെയെങ്കിലും ഒക്കെ തളം കെട്ടി കിടക്കുന്നത് ആൾക്കാർക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് അവള് പ്രാർത്ഥന കഴിഞ്ഞിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യും. ഞാൻ ആ ഈ വചനം കിട്ടിയ നിമിഷം മുതൽ എനിക്ക് ആ ദുഃഖത്തിന്റെ അവസ്ഥ മറ്റാര് കണ്ടാലും അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അവർ പറയാൻ തുടങ്ങി. ഇന്നലത്തെ പോലെ അല്ലല്ലോ വിൻസെന്റ് എന്നൊക്കെ പറയാൻ തുടങ്ങി. എന്റെ മുഖത്ത് നോക്കി എന്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ വലിയ സുഹൃത്തുക്കളായി മാറി. പെട്ടെന്ന് അവരൊക്കെ പറഞ്ഞു, ഇത് എന്താണ്, എന്ത് മാറ്റം എന്ന പോലെ അവര് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി. കാരണം എപ്പോഴും കണ്ണുനീരിങ്ങനെ വന്നിരിക്കുന്ന അവസ്ഥകളൊക്കെ മുഖത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതങ്ങനെ ആ സമയത്ത് അത് എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഒരു അനുഭവം ആ വചനത്തിലൂടെ വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ വചനം എന്നെ ജീവിപ്പിക്കുവാൻ തുടങ്ങി. ആ നിമിഷം മുതൽ എന്റെ കർത്താവ് അവിടെ നമ്മുടെ മുന്നിൽ വന്ന് ആ വചനം ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക്
ഇഞ്ചക്ട് ചെയ്യുന്നത് പോലെ ആ വചനത്തിന്റെ ശക്തി ശരീരത്തിന്റെ മേൽ വെളിപ്പെട്ടു തുടങ്ങി. അപ്പൊ പെട്ടെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്നതിന് മുൻപ് മറ്റൊരു കാര്യം എന്റെ മൂത്ത ജ്യേഷ്ഠൻ അവിടെ പോയി പറഞ്ഞു, 3 ആഴ്ചയായി ഇവിടെ കൊണ്ടുവരട്ടോ എന്ന് ചോദിച്ചു. ഈ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടുപോയി കാണിച്ചിട്ട് അവര് സ്കാനിങ് റിപ്പോർട്ട് എടുക്കാൻ ഞങ്ങളുടെ കയ്യിലായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ചെറിയൻ തോമസ് എന്ന് പറയുന്ന വലിയൊരു അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് എന്നെ കൊണ്ടുപോയി അവിടെ പോയി എന്നെ അവിടുന്ന് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോൾ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. വന്നാൽ മതി, ഇത് ഓപ്പറേഷൻ ചെയ്യാം, അവിടെ കമ്പി ഇടാനുള്ള സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞു. ഇങ്ങനെ റിസൾട്ട് കണ്ടു. അപ്പൊ അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് നോക്കി അടുത്ത് വീണ്ടും ഒരു സ്കാൻ കൂടെ എടുക്കുവാനിടയായി. അതില് ഏറ്റവും അതിനൊരു ഇതുമില്ലാത്ത അവസ്ഥയായി. അപ്പോൾ എന്നോട് കൊണ്ടുപോയവരോട് പറഞ്ഞു, 3 ദിവസം എന്നാണ് ചിന്തിച്ചത്, 3 ആഴ്ചയായി എന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ 3 ആഴ്ച ആയ കാര്യം അറിയാതെയാണ് ഞങ്ങളോട് അവിടെ 3 ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞത്. അപ്പൊ ഇനി ഇതില് ഒന്നും ചെയ്യണ്ട, ഇത് ഭവനത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ശുശ്രൂഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. സഹോദരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, ഇതില് ഇനി മറ്റൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇതിന്റെ ആ 3 ദിവസമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് വളരെയധികം ശോചനീയ അവസ്ഥയിലേക്ക് ശരീരം മാറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോ എന്നെ പ്രത്യേകിച്ച് ഒരു റൂമിലേക്ക് അവർ കൊണ്ടുപോയി, ലിഫ്റ്റ് വഴി കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, വിൻസന്റെ ഓപ്പറേഷൻ ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, സാവകാശം ഒരു സൗഖ്യം കിട്ടും, വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ചിലപ്പോൾ അവരുടെ വാക്കുകളിലൂടെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ മരണപ്പെടും ഇനി, കാരണം അത്രയും അവസ്ഥയായി, അത് ചെയ്യണ്ട എന്ന് തന്നെ അവരങ്ങ് ഉറച്ചു പറയാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, വൈഫ് ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ വന്നതാണ്, ദൈവഹിതം എന്തോ, ഞാൻ ഇതേ ശബ്ദമാണ് പറഞ്ഞത്, ദൈവഹിതം എന്താണോ അത് തന്നെ സംഭവിക്കും, അതുകൊണ്ട് സാരമില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, 3 പെൺകുഞ്ഞുങ്ങളല്ലേ, ഇതിന് ഇനി ഭാരിച്ച ചെലവുകളൊന്നും വരുത്തി വെക്കണ്ട, സൗഖ്യമാകും എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പൊ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് ഒരല്പം ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കറിയാം, ഒരു രോഗി വന്നാൽ അവർ ചെയ്യാനേ നോക്കത്തുള്ളൂ. പക്ഷെ ഇത് ചെയ്യണ്ട എന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയാനുള്ളൂ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങനെ സാധാരണ പറയുന്നതല്ല. എല്ലാ ഡോക്ടേഴ്സും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ അവരുടെ ഈ സാക്ഷ്യം കേൾക്കുകയും അവരെ അറിഞ്ഞിട്ടുമുണ്ട്, ഇപ്പോൾ ഇത് കാണാനും സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവര് രാത്രി 12 മണിയായപ്പോൾ എല്ലാവരുടെയും നിർബന്ധപ്രകാരം തന്നെ ഓപ്പറേഷൻ ചെയ്യുവാനിടയായി. അന്ന് രാത്രി തന്നെ 25ാമത്തെ ദിവസമാണ് ഓപ്പറേഷൻ ചെയ്തു. ബെഡിൽ എന്നെ കിടത്തി. എനിക്ക് ഇങ്ങനെ മയക്കുന്നതൊക്കെ മയക്കുന്ന പോലൊക്കെ എന്നോട് സംസാരിക്കുന്നു. ഒരു ടേബിളിൽ കൊണ്ട് കിടത്തി ഇങ്ങനെ അടുത്ത ഓപ്പറേഷൻ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾ ഇതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അതിയായ വേദന, ഓപ്പറേഷൻ കഴിഞ്ഞ് തയ്യലൊക്കെ ഇട്ടു. അതായത് നമ്മുടെ ഏറ്റവും ഷോൾഡറിന്റെ കഴുത്തിന്റെ ഭാഗം മുതൽ താഴെ അറ്റം വരെ ഇത് കീറിയച്ചാണ് ഇതിന്റെ 2 ക്ലിപ്പ് പോലെ 2 ഭാഗങ്ങൾ, 2 പ്ലേറ്റ് പോലെ 2 ഭാഗങ്ങൾ സൈഡിൽ ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് അതിലാണ് നെഡ് മോൾഡ് വിട്ടാണ്, അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി അത്രയും ഭാഗം ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു, എങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 3 കണ്ണികൾ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു എന്ന് പറയാനിടയാണ്. നട്ടലിന്റെ 3 കശേരുക്കൾ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ആ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് അവര് അത്രയും വലിയൊരു മുറിവ് ശരീരത്തുണ്ടായി. വേദന അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വേദന ശരീരത്തിലേക്ക് അനുഭവിക്കാനിടയായി. ഇത്രയും വേദന എടുക്കുന്നത് കണ്ടപ്പോ ഡോക്ടർമാർക്കും ചെറിയൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇങ്ങനെ വേദന വന്നെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു ഇത് അവർക്ക് തോന്നിക്കാണുമായിരിക്കാം. അപ്പൊ അതിയായ വേദന, ഞാൻ അവിടെ കിടന്ന് വിളിക്കുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്നും മയക്കുകയോ എനിക്കൊരു വേദന സംഹാരി എന്തെങ്കിലും തരണം, ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ എന്നിട്ടൊന്നും ചെയ്തില്ല. അടുത്ത് വന്ന് എന്റെ തലയിലൊക്കെ ഒന്ന് തലോടിയിട്ട് അവർ പോകുന്നതല്ലാതെ ഒരു സിസ്റ്ററേയും 2 പേരെ എൻ്റെ അടുത്ത് നിർത്തിയിരുന്നത്. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ മറ്റൊരു ടേബിളിൽ നിന്ന് എടുത്ത് തന്നെ സ്ട്രെച്ചറിലേക്ക് കിടത്തി അവിടെ തന്നെ കിടത്തിയിരിക്കുകയാണ്. ട്രിപ്പ് ഉണ്ട്, പിന്നെ ഓക്സിജൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണമെന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ വല്ലാതെ കിടന്ന് നിലവിളിക്കുക. അവര് പിറ്റേന്നാണ് എന്നോട് പറയുന്നത്, ഒത്തിരി കിടന്ന് നിലവിളിച്ചെന്ന്. അതും അബോധാവസ്ഥ പോലെ ഞാനിങ്ങനെ നിലവിളിക്കുക, ഒത്തിരി കിടന്ന് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അത് ഓർമ്മയില്ല. അങ്ങനെ ഒത്തിരി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞ് 2-3 മണിക്കൂറുകൾ കൂടെ കഴിഞ്ഞപ്പോ നേരം വെളുത്തു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്ന ബെഡിൽ തന്നെ കൊണ്ടുവന്ന് കിടത്തി. എല്ലാവരും പറഞ്ഞു 2-3 ദിവസം ഇനി വെന്റിലേറ്റർ ഇതിൽ ഇരിക്കേണ്ടി വരും, ഇത് ഓക്സിജൻ ഒക്കെ തന്ന് അവിടെ കിടത്തിയിരിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിച്ച് ഞാനും പോകുന്നത്. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി, ആ വചനത്തിന്റെ ശക്തി തന്നെയാണ് എന്റെ മനസ്സിൽ ആ സമയത്തൊക്കെ ഞാൻ ഇത് സമ്മതിച്ചു കൊടുക്കുന്നതും
ഞാനിത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറാതെ നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആ പദ്ധതി, ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം. ഇത് അവിടെ ഒരു തീരുമാനമെടുക്കണം. 25 ദിവസത്തിനുള്ളിൽ എന്തെല്ലാം ദൈവത്തിന്റെ തീരുമാനമെടുക്കാൻ കഴിയും അതെല്ലാം എടുക്കാൻ ഇടയായി. കാരണം കർത്താവിന്റെ വേല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനൊക്കെ ദൈവസ്ഥലിരുന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ, ഇതെല്ലാറ്റിനും എല്ലാം ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ട. ഞാൻ ഇങ്ങനെ ദൈവം തന്ന വലിയ അനുഗ്രഹത്തെ തട്ടിക്കളഞ്ഞ കാര്യങ്ങൾ പുറംകാല് കൊണ്ട് തട്ടിയിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തോട് എന്തെല്ലാം പറഞ്ഞ് ദൈവസ്ഥലിൽ നിരപ്പ് പ്രാപിക്കാൻ കഴിയും. അതെല്ലാം ഞാനും വൈഫുമായി തമ്മിൽ സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതെല്ലാം ദൈവസ്ഥലിൽ നിരപ്പ് പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ വചനത്തിന്റെ പ്രവൃത്തി എന്നിൽ തീർച്ചയായിട്ടും ഇന്നുവരെയും ഈ സെക്കൻഡ് വരെയും ആ വചനം എന്റെ ശക്തി. ആ വചനം എന്ന് മാത്രമല്ല, കേൾക്കുന്ന വചനങ്ങളും നമ്മൾ വായിക്കുന്ന വചനങ്ങളും പലയിടങ്ങളിലും ദൈവവചനം അറിയിക്കുമ്പോഴൊക്കെ അത് അവിടെ ഇരിക്കുന്നവരെക്കാൾ അധികം എന്റെ ശരീരത്തത് ഞാൻ മുൻകാലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് നടന്ന സമയങ്ങളെക്കാൾ അധികം ഈ കാലഘട്ടങ്ങളിൽ എന്റെ കർത്താവ് ആ വചനത്തിന്റെ ശക്തി എന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ ചുരുക്കി പറയുകയാണ്, വീട്ടിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പ്രാഥമികമായ ശുശ്രൂഷകളൊക്കെ ചെയ്തു. അടുത്ത ചില കാര്യങ്ങൾ കൂടെ ചെയ്യാൻ വേണ്ടി ഇത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അതങ്ങനെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അന്നും തിരിച്ച് ജീവനോടെ ഞാൻ പോകുമെന്ന് അവൾക്കും പ്രതീക്ഷയില്ല. അവരെ വീട്ടിൽ വിട്ടേച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോ 2-3 ആഴ്ച കൃത്യമായിട്ട് ഓർമ്മയില്ല, അവര് കൊണ്ടുപോകാൻ പറഞ്ഞ അതേ ഡേറ്റിന് തന്നെ എന്നെ അവിടെ കൊണ്ടുപോയി. വീണ്ടും വീട്ടിലേക്ക് വന്നു. പക്ഷെ ഈ വ്രണം പുറത്താ, ഞാൻ ആദ്യം പറഞ്ഞ ചെറിയ ചൂടുവെള്ളം വീണതുപോലെ ഉണ്ടാകുന്ന ചെറിയ പൊള്ളി വരുന്ന ആ വ്രണം വളരെ വലുതാകാൻ തുടങ്ങി. വളരെ വലുതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നിൽക്കുന്ന രീതിയിലുള്ള കുരുവായി. ആ കുഴി 3-4 ദിവസങ്ങളൊക്കെ വീണ്ടും കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ ഹോസ്പിറ്റലിൽ കടന്നുപോയി വീണ്ടും തിരിച്ചു വന്നപ്പോ അതിനേക്കാളും വലിയ 1 ലിറ്ററോളം വെള്ളം ഒഴിച്ചാൽ നിൽക്കുന്ന രീതിയിലുള്ള വലിയ വ്രണങ്ങളായി. ആ പുറകിലുള്ള വ്രണങ്ങള് അത് മാറുവാനിടയായി. ഇന്ന് പല രോഗികളും ഇതുപോലെ അവസ്ഥയിൽപ്പെട്ടവര് ആക്സിഡന്റിലൂടെയോ ഈ നട്ടലിന് ക്ഷതം വന്നൊക്കെ കിടരോഗികളായി കൈകാലുകൾ തളർന്നു കിടക്കുന്ന അനേകർക്ക് ഈ വ്രണം ഇങ്ങനെ ഉണ്ട്. ഞാൻ പലരെയും പോയി കാണുകയും ഞാനും എന്റെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹത്തിന് മുമ്പ് തന്നെ അവരെയൊക്കെ അടുത്ത് ഞാൻ പോകാൻ ദൈവം എനിക്ക് എന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ, കാരണം അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള വ്രണങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല വന്നതെന്ന് ഞാൻ ചിന്തിച്ചത്. ഈ വ്രണം ഭയങ്കരമായി വലുതായി. വീട്ടിൽ കിടന്ന് എപ്പോഴും പ്രാർത്ഥനയാണ്, എപ്പോഴും അവിടെ ആൾക്കാർ വരും, പ്രാർത്ഥിക്കാൻ വരും. അങ്ങനെ ഒരു ദിവസം ഭയങ്കരമായ ദുർഗന്ധം ഞാൻ കിടക്കുന്ന ഇടത്ത് ഈ വ്രണത്തിലൂടെ വരുന്ന വെള്ളവും നീരും കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം പോലെ ഞാൻ കുടിക്കുന്ന വെള്ളം പെട്ടെന്ന് അവിടെ ആ വ്രണത്തിലൂടെ ഇങ്ങനെ താഴോട്ട് വരും. അപ്പോ ചെറിയ പുതിയ മുണ്ടുകളൊക്കെ അലക്കി അത് പുതിയതാണ് അപ്പോഴപ്പോഴായി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാതെ വീണ്ടും കളയും. അങ്ങനെ ആ രീതിയിൽ അത്രയും വൃത്തിയായി കിടത്തണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അത്രയും നന്നായിട്ട് തന്നെ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ഒരു ദിവസം ഒരു ദേവദാസനും കൂടെ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഈ ഭയങ്കരമായ ദുർഗന്ധം വമിക്കുകയാണ്. ഞാൻ എന്നെ നന്നായിട്ട് വൃത്തിയാക്കിയാണ് അവിടെ കിടത്തിയിരിക്കുന്നത്. ഒരു അല്പം പോലും അഴുക്ക് ശരീരത്തില്ലാത്ത ഉണ്ടാകാത്ത രീതിയിലാണ് വൃത്തിയോടെയാണ് കിടത്തിയിരിക്കുന്നത്. അപ്പോ ആ ദേവദാസി കുറച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതിയാണ് അവർ വന്നത്. പക്ഷെ അവർ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദേവദാസനുമായിട്ട് തിരിച്ചുപോയി. വഴിയിൽ വെച്ച് പോകുന്നു. എന്നെ ജോഷുവ എന്നാണ് എന്റെ നാട്ടിൽ അറിയപ്പെടുന്ന എന്റെ പേര്. എന്നെ ആദ്യം എന്റെ അപ്പനിട്ട പേര് ജോഷുവ എന്നാണ്. സ്കൂളിൽ ചേർത്തപ്പോഴാണ് വിൻസെന്റ് എന്ന പേരിൽ അവിടെ ചേർത്തത്. അപ്പൊ എല്ലാവരും അറിയപ്പെടുന്നതും വിളിക്കുന്നതും എന്നെ ജോഷുവ എന്നാണ്. അപ്പോ ആ ദേവദാസി എന്നോട്, ജോഷുവ ഞാൻ വേറൊരു ദിവസം വരാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞേച്ച് അവര് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. വഴിയിൽ വെച്ച് എന്റെ ചേച്ചി ആദ്യത്തെ എന്റെ ചേച്ചിയെ കണ്ടു പറഞ്ഞു, അവന് എന്തായാലും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, അവൻ എന്തെങ്കിലും ആഹാരം, അവന് കൊതിയോടെ എന്തെങ്കിലും ചോദിച്ചാൽ അത് വാങ്ങിക്കൊടുക്കണം, എന്തവൻ ചോദിച്ചാലും നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടിയാലും അത് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, അങ്ങനെ ഒരു ആഹാരം അവന് നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ്, അവൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചു കിട്ടിയാലും മതി, അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതാണ്, അവനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അവന് കഞ്ഞിയുടെ വെള്ളമോ എന്തെങ്കിലുമാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓറഞ്ചിന്റെ നീര്, ഇതൊക്കെയാണ് കുടിക്കുന്നത്. അത് കുടിക്കാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കരമായ പനിയാണ്. ഈ പനി ഇങ്ങനെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറാതെ ഒരാഴ്ച കൊണ്ട് നിൽക്കുകയാണ്. അതിനോടുകൂടെയാണ് ഈ ഭയങ്കരമായ വ്രണം വന്നത്. അപ്പോൾ ഈ സ്മെല്ലുണ്ടായത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞിട്ട് പോയി. ആ ദേവദാസനും കൂടെ പോയി. അപ്പോ വൈഫ് വീണ്ടും എന്നെ വൃത്തിയാക്കുവാൻ വേണ്ടി ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് അതിനെ നന്നായി പിഴിഞ്ഞ് തണുപ്പിച്ച് എന്റെ ശരീരത്ത്
വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കാലുകള് വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഇവിടെയായി ചെറിയ ചെറിയ ഹോളുകൾ, ചെറിയ ദ്വാരങ്ങൾ കാണുവാനിടയായി. ആ ദ്വാരങ്ങളിലൂടെ ഈ ഈ വെള്ള നിറത്തിലുള്ള പത പോലെ ഇങ്ങനെ അനങ്ങുന്നത് കാണാനിടയായി. ഈ രണ്ട് കാലുകൾക്കും, ശരീരത്തിലെ ഒരു ഭാഗത്തുമില്ല, രണ്ട് കാലുകളിലും അതുണ്ടായി. അപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ വല്ലാതെ ഞാൻ അന്നും കിടന്ന് കരയുകയാണ്. എപ്പോഴും കണ്ണുനീര് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കരയാറുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കളിപ്പിച്ചൊക്കെ നടന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കളിക്കാമെന്നൊക്കെ ഓടി വരുമ്പോൾ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊക്കെ ആ ചിന്ത വരുമ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ട് ഞാൻ കരയുന്നുണ്ട്. അപ്പോ വൈഫ് ഇത് ഇങ്ങനെ വൃത്തിയാക്കി നന്നായിട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ഇങ്ങനെ കാണുവാനിടയായി. അപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് കൃമികൾ ഇരുന്ന് അതിന്റെ തലയുടെ ഭാഗം കാണാനിടയായി. അപ്പോ കാലിന്റെ രണ്ട് കാലുകളും ധാരാളം ഭാഗങ്ങളിൽ ഇതുണ്ടായി. അവിടെ കൂടെ ഇങ്ങനെ വെള്ളം, നീരുകൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുവാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അതിന്റെ ദുർഗന്ധമായിരുന്നു അവിടെ ഉണ്ടായത്. വൈഫ് പെട്ടെന്ന് അപ്പനെയും സഹോദരങ്ങളെയൊക്കെ അറിയിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എന്നെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഒരു പ്രതീക്ഷയില്ല. ഏതൊരു മനുഷ്യൻ വന്ന് കണ്ടാലും ഇവൻ വേഗത്തിലൊന്നും മരണപ്പെട്ടെങ്കിൽ എന്ന് വിചാരിക്കും. കാരണം ഒരു സ്നേഹമുള്ളവർ ആരും ചിന്തിച്ചു പോലൊന്നും മരണപ്പെട്ടെങ്കിൽ ഈ കഷ്ടത ഇവൻ അനുഭവിക്കുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് ഞാൻ കേൾക്കുന്ന രീതിയിലല്ല, അവര് ഇപ്പോലെ ഞാൻ കാണും പോലെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് പറയുന്നത്. സ്നേഹത്തോടെ നമ്മൾ തന്നെ ഇത് കാണാൻ സ്നേഹമുള്ളവർക്ക് ആർക്കും കഴിയില്ല. ഒരു മനുഷ്യനും ഇത് അന്നത്തെ അവസ്ഥ കാണാൻ പറ്റും. എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന, ഞാൻ കിടക്കുന്ന കട്ടിലിന് താഴെ വന്നു നിന്ന് രണ്ട് കരങ്ങളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് 3 കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. യേശോപ്പ എന്റെ അപ്പനെ തിരിച്ചു തരണമേ, ഞങ്ങളുടെ അപ്പയെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ കണ്ണീരൊഴുക്കി കരഞ്ഞ് കുഞ്ഞു മക്കള് അവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന രംഗങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഞാൻ ഇന്നും അത് ഓർക്കാറുണ്ട്. അങ്ങനെ കരങ്ങൾ ഉയർത്തി ദേവദാസന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ കരങ്ങൾ ഉയർത്തി അവരൊന്ന് പ്രാർത്ഥിക്കും. അവരുടെയൊക്കെ പ്രാർത്ഥന ദൈവസന്നിധി ഇങ്ങനെ പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ പദ്ധതി അത് പൂർത്തീകരിക്കുക തന്നെ ഒരു മനുഷ്യന്റെ മേൽ ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് എനിക്കിപ്പോ ദൈവത്തിന്റെ കാര്യത്തിലുള്ള ഏത് കാര്യവും നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിപ്പോ നമുക്കത് എല്ലാവർക്കും അത് മനസ്സിലാകുന്ന കാര്യമാണ്, എന്നെ കാണുന്നവർക്കെല്ലാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ എന്നെ അന്ന് വൈഫിനെ ശ്വാസം മുട്ടലായതുകൊണ്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്ന ആ ഹോസ്പിറ്റലിലേക്ക്, അവരെല്ലാം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്തു കൂടെയാണ്, വെള്ളനാടുള്ള ഹോസ്പിറ്റലാണ്. ഞാൻ പേര് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം എന്റെ സാക്ഷ്യമായതുകൊണ്ട്. ഞാൻ ഈ വെള്ളനാട് ദേശത്തിരുന്നാണ് ഈ സാക്ഷ്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് അത് അറിയാൻ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയതും അവിടെയുള്ള സഞ്ജീവി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ ഒത്തിരി അവിടുത്തെ നാട്ടുകാരൊക്കെ വന്നെന്നെ ഒന്ന് കാണാനിടയായി. ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുപോയപ്പോൾ അവരതിനകത്ത് കയറ്റിയില്ല. സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഇതിലിനി ഒരു പ്രതീക്ഷയില്ല, നിങ്ങൾ എന്നാൽ അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഇവിടെ കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവിടെ അകത്ത് കയറ്റിയില്ല, ആ കാറിൽ തന്നെ കിടത്തിയിരുന്നു. കൊണ്ടുപോയ കാറിൽ തന്നെ കിടത്തിയിട്ട് എന്റെ വൈഫിന്റെ അനുജൻ ജസ്റ്റിൻ രാജ് എന്ന് പറയുന്ന പാസ്റ്റർ ജസ്റ്റിൻ രാജിനോട് ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ പുള്ളിയെ ഇവിടെ കയറ്റാൻ പറ്റില്ല, ഇത് വളരെ ശോചനീയ അവസ്ഥയായി, ഇത് ഈ സ്മെല്ല് കൂടെ ആയതുകൊണ്ട് എന്തായാലും അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പാസ്റ്റർ എന്റെ അളിയനായിരിക്കുന്ന പാസ്റ്റർ ജസ്റ്റിൻ രാജ് പറഞ്ഞു, എന്നാൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, ഡോക്ടർക്ക് പരിചയമുള്ള മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, കാരണം നമ്മൾ മെഡിക്കൽ കോളേജിൽ കിടന്ന് ഒരുപാട് അനുഭവിച്ചതാണ് ഇവര് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് നിങ്ങൾ അവരെ അയക്കാൻ വേണ്ടി എഴുതി തരണം എന്ന്, അവിടത്തേക്കുള്ള എന്തെങ്കിലും എഴുതി തരിക, അവിടെ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതിനുള്ള സൗകര്യമുള്ളിടത്തേക്ക് ഞങ്ങൾ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യും, നെയ്യാറ്റിൻകര എന്ന് പറയുന്ന അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. അദ്ദേഹത്തെ പോയി വിളിച്ചുകൊണ്ട് വരണം, അദ്ദേഹം ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾ. അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ അകത്ത് താഴെ ഒരു റൂമുണ്ട്, ആ റൂം സജ്ജീകരിച്ച് അവിടെ പഴയ കട്ടിലെ ഇങ്ങനെയൊക്കെയുള്ള ഒഴിഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പൊടിയൊക്കെ അടിച്ചങ്ങനെ കിടക്കുന്ന ഒരു റൂമുണ്ട്, അവിടെ ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കി അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു തരാം, അദ്ദേഹം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പൊ ഇവര് എന്തായാലും വീട്ടിൽ പെട്ടെന്ന് കൊണ്ടുപോയില്ല എന്നില്ല പറഞ്ഞു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് വേറെ കാറ് പിടിച്ച് ആ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി എന്റെ അളിയനും മറ്റുള്ളവരുമായിട്ട് പോയി. അദ്ദേഹം ആ ഡോക്ടറെ ഇവിടെ കൊണ്ടുവന്നു. വന്ന സമയത്ത് ആ ഡോക്ടർ പറഞ്ഞത്, നെയ്യാറ്റിൻകരയിലുള്ള ആ ഡോക്ടർ പറഞ്ഞത്, ഇനി ഈ ശരീരത്തില്
നിങ്ങൾ പൈസയൊന്നും ചെലവാക്കരുത്. ഇനി നിങ്ങൾ ഇതിനെ ചെലവാക്കുന്നെങ്കിൽ 1000 രൂപ നിങ്ങൾ വെള്ളത്തിൽ എറിയുന്നു, അതിന് തിരിച്ചു വരില്ല, അത് ഒരു ഫലവുമില്ല എന്നുള്ള രീതി അദ്ദേഹം പറഞ്ഞ 1000 രൂപ നിങ്ങൾ വെള്ളത്തിലേക്ക് എറിയുന്നു എന്ന് കരുതി അതിനു വേണ്ടി ചെലവാക്കുക, അതിലധികം ഒരു പൈസയും ഇതിനു വേണ്ടി ചെലവാക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഇതിൽ പ്രതീക്ഷയില്ലാത്തത്. അദ്ദേഹം ഇന്ന് പാസ്റ്റർ പലയിടത്തും അദ്ദേഹം എന്നെ കുറിച്ച് സാക്ഷി പറയുമ്പോൾ ഈ വിവരം അദ്ദേഹം ഈ കാര്യം പറയാറുണ്ട്. എന്നെ കുറിച്ചുള്ള കാര്യം അവിടെ വചനത്തിലൂടെ അറിയിക്കുന്ന സമയത്ത് എന്നെ കുറിച്ചുള്ള കാര്യം പറയേണ്ട അവസരം വരുമ്പോൾ അദ്ദേഹം പറയാറുണ്ട് 1000 രൂപയിലധികം ഇതിനു വേണ്ടി ചെലവഴിക്കരുതെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട്, ആ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് താഴത്തെ ഒരു റൂമിൽ, അത് ഒരു 3 ഭാഗം മണ്ണിനടിയിലാണ്, ഒരു ഭാഗം മാത്രമേ, അങ്ങനെയാണ് കയറ്റിറക്കമുള്ള സ്ഥലത്ത് വെച്ച ഹോസ്പിറ്റലാണ്. അപ്പൊ ഒരു ഭാഗം അങ്ങനെ ഗോഡൌൺ പോലെ ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ട് തന്നെ കിടത്തി. കാരണം മറ്റൊന്നുമല്ല, 1-2 ദിവസം കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ മരിക്കും. കാരണം അത്രയും അങ്ങനെയുള്ള പനിയും, ശരീരത്തെ കണ്ടാൽ ഏത് വ്യക്തിക്കും അറിയാം ഇതിന് ദീർഘ സമയം പോകില്ല. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് പോലും ഇത്രയും വൃത്തിയാക്കിയിട്ട് പോലും ഇതിൽ നിന്ന് സ്മെല്ല് ഉയർന്ന 3ാമത്തെ നില കഴിഞ്ഞ് ഈ സ്മെല്ല് പോവുകയാണ്. അപ്പൊ അവര് ഈ തിരികളൊക്കെ കത്തിച്ച് ഇവിടെയും അവിടെയൊക്കെ ഇത് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ പോകുന്ന സ്റ്റെപ്പുകളിലൊക്കെ തിരിയൊക്കെ പലയിടത്തും കത്തിച്ച് വയ്ക്കുകയും സ്പ്രേ ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും അവിടെ ഈ ദുർഗന്ധം, അത്രമാത്രം ദുർഗന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ശവശരീരം അഴുകിക്കഴിഞ്ഞാൽ എന്താണ് ആ ശരീരത്തുണ്ടാകുന്നത്, അതുപോലെ 2 കാലുകളിൽ നിന്നും ആ ദുർഗന്ധവും ഉണ്ടാകുവാനിടയായി. എന്നെ കൊണ്ടുപോയി അവിടെ കിടത്തി അതിനുള്ള ചെറിയ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ട് ട്രിപ്പുകളൊക്കെ തന്നു. ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് ട്രിപ്പ് തന്നു. ഈ കാലുകളിൽ നിന്ന് ഇങ്ങനെ കൃമികൾ, പുഴുക്കളെ എടുത്ത് ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്ത് എന്നെ കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ എന്നെ ചിരിപ്പിച്ചും എന്നോട് സംസാരിച്ചൊക്കെ ഈ ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ എന്നെ ചികിത്സിച്ചു. എന്റെ വീടിനടുത്തുള്ള സിസ്റ്റർമാർ പോലും അന്ന് അവിടെ ഉണ്ടായിരുന്നു, അവിടെ ജോലിക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ സന്തോഷത്തോടെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടും മറ്റേ ഡോക്ടർ പറഞ്ഞിട്ട് പോയ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പുഴുക്കളിരിക്കുന്ന വ്രണങ്ങൾ കരിഞ്ഞാലും, കരിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അഥവാ കരിഞ്ഞാലും ഈ പുറത്ത് കാണുന്ന ഈ വലിയ വ്രണം, അതിന്റെ ഉള്ളിൽ നിന്ന് സ്പോഞ്ച് പോലെയുള്ള ഇത് ഭാഗങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണ്. നിർജീവമായ, കണ്ടാൽ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും, അതൊക്കെ ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പൊ ആ വ്രണം ഒരിക്കലും കരിയില്ല എന്ന് പറയും. അതിന്റെ ബ്ലഡിന്റെ ഒരു അംശവും പോലും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല, അത്ര വലിയ ആയി അവിടെ ബ്ലഡിന്റെ ഒരു അംശം ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവിടെ ഇതൊക്കെ വൃത്തിയാക്കണം. ഇത് കരിയില്ല എന്ന് പറഞ്ഞു, ഈ വ്രണം കരിയില്ല. നട്ടല് കാണാമായിരുന്നു, യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ താഴേറ്റം ആ നട്ടലിന്റെ ആ ഭാഗങ്ങൾ കാണാമായിരുന്നു. അവിടെ ചില ഭാഗങ്ങൾ പൊടിഞ്ഞു വരുന്നത് പോലെ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയിലായി. അപ്പോ ഈ വ്രണം കരിയില്ല എന്ന് പറഞ്ഞു. എങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിനകത്ത് ഈ പുഴുക്കൾ ഉണ്ടായിരുന്നിടത്ത് ഈ മരുന്ന് മുക്കി കോട്ടണൊക്കെ വെച്ച് അവർ വെച്ചിട്ട് പോകും. പിറ്റേ ദിവസം ഈ കോട്ടൺ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിലൂടെ ഒത്തിരി കൃമികൾ ഇങ്ങനെ വീണ്ടും പുറത്തു വരും. അങ്ങനെ നീണ്ട നാളുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഈ പുറത്തുള്ള വ്രണം, ഈ വന്ന വലിയ വ്രണത്തെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ വെട്ടി കുറെ മാറ്റാനിടയായി. കാരണം അതിൽ ഒരു ജീവന്റെ ഒരു അംശവുമില്ല. സ്പോഞ്ച്, നമ്മൾ സ്പോഞ്ച് കാണുന്നത് എങ്ങനെ, അതുപോലെ സ്പോഞ്ച് പോലെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ ഉണ്ട്. അതിനൊക്കെ വെട്ടി മാറ്റി. അത് വെട്ടും തോറും അടുത്ത പിറ്റേ ദിവസം അതുപോലെ ഇങ്ങനെ വളർന്നു വരും, അതുപോലെ കാണാനിടയാകും. അത് വീണ്ടും വെട്ടി മാറ്റി ഇങ്ങനെ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പുഴുക്കൾ ഉണ്ടായ ഭാഗം, ആ പുഴുക്കൾ മാറി. പക്ഷെ ഈ സമയത്തിനിടയ്ക്കും എന്റെ കുഞ്ഞുങ്ങളും കൂടെ അവിടെ കൂടെ ഉണ്ട്. ഒരു വലിയൊരു ഹാളാണ്. അപ്പൊ അവിടെ രോഗികളെ കൊണ്ട് കിടത്താൻ ഒന്നും പറ്റില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ അതിനകത്തുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനയും, ദൈവദാസന്മാരൊക്കെ ഇടയ്ക്ക് വരും, എപ്പോഴും അതിനകത്ത് പ്രാർത്ഥിക്കും. ഇതിനെല്ലാറ്റിനുമുള്ള ഒരു അവസ്ഥ, ആ ഭാഗം ദൈവം നമുക്ക് വേണ്ടി മുന്നമേ കരുതിയതുപോലെ അവിടെ ഒരുക്കിയിരുന്നു. ദേവദാസന്മാരൊക്കെ അവിടെ വരികയും പ്രാർത്ഥന ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. എനിക്ക് ഏതെങ്കിലും ദേവദാസന്മാർ നിൽക്കുകയാണെങ്കിൽ എന്നെ നോക്കാൻ വേണ്ടി ഡോക്ടർ വന്നാൽ പോലും അവർ പോയിച്ചു വരാന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ പോകും. നമ്മുടെ വിശ്വാസത്തിലല്ല ആ ഡോക്ടർ എങ്കിലും അദ്ദേഹം അത്രയും ഇതായിട്ട് നോക്കി. ഈ പുഴുക്കൾ ഉണ്ടായിരുന്ന വ്രണങ്ങളിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അതിന്റെ ശേഷം പിന്നെ കൃമികൾ ഇല്ലാതായി. അപ്പോൾ ഈ പുറത്തുള്ള വ്രണം മറ്റേ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അതിങ്ങനെ വലിപ്പത്തിലിരിക്കുകയാണ്. വീണ്ടും കുറെ കൂടെ വലിപ്പം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. അതില് എന്തെല്ലാം ചെയ്തിട്ടും കുറവുണ്ടാകുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കുരുവെന്ന് പറഞ്ഞാൽ ഒരു 2 ലിറ്ററോളം വെള്ളം ഒഴിച്ചാൽ നിൽക്കും, അത്രയും വലിപ്പത്തിലുള്ള വ്രണമായി. കമഴ്ത്തിയാണ് എന്നെ കിടത്തിയിരിക്കുന്നത്. കമഴ്ത്തി കിടത്തും, ഇടയ്ക്കൊന്ന് ചരിച്ചു കിടത്തും, 2 ഭാഗത്തേക്കും ചരിച്ചു കിടത്തും. നിവർന്ന് കിടക്കാൻ പറ്റില്ല അങ്ങനെ കിടക്കുന്ന സമയം. എങ്കിലും ഞാൻ നിവർന്ന് എനിക്ക് അല്പനേരം കിടക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് എന്റെ വൈഫ് ഈ സമയത്തിനിടയ്ക്ക് എന്റെ
വൈഫ് നെഞ്ചത്തൊരു എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് കുറഞ്ഞൊരു പില്ലോ എന്തെങ്കിലും വെച്ചേച്ച് അതില് ബൈബിൾ ചാരി വെച്ച് തരാൻ പറയും. അതുപോലെ ഞാൻ പറഞ്ഞതും പ്രകാരം അതുപോലെ ബൈബിൾ ചാരി വെച്ച് തരും. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. തുടർമാനമായി ബൈബിൾ വായിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഈ പനി, അസഹനീയമായ പനി വരുമ്പോ ഡോക്ടറോട് ചോദിക്കും, എന്താ വിൻസെന്റ് പെട്ടെന്ന് ഇങ്ങനെ പനി വന്നത്, ഇന്ന് ബൈബിൾ വായിച്ചില്ലേ എന്ന് ചോദിക്കും. അദ്ദേഹം ഇന്ന് ആ ഹോസ്പിറ്റലുണ്ട്, എന്നെ ഇടയ്ക്ക് കാണും, ഞാൻ സംസാരിക്കാറുണ്ട്. പലരുമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. കാരണം ഞാൻ ഇന്ന് ഒരു ഓട്ടോ ഓടിക്കുന്നുണ്ട്. അപ്പൊ ആ ഓട്ടോ എന്ന് പറഞ്ഞാൽ കൂലിക്കൊന്നും ഓടിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിലും അതിനുള്ള ദൈവ സൗഖ്യം, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ആ ഡോക്ടർ എന്നെ ഇപ്പോഴും കാണുന്നുണ്ട്. ആ ഡോക്ടർ സാക്ഷ്യമാണ് എനിക്ക്, എന്റെ ഒരുപാട് സിസ്റ്റർമാര് സാക്ഷ്യമാണ്. എന്താ ബൈബിൾ വായിച്ചില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചു എന്ന് പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ അവര് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പോകും. പിന്നെ അവിടെ കൂടുതലും അവർക്കറിയാം അതിനകം ഒരു പ്രാർത്ഥന ആയി തന്നെ അതിനുള്ള അന്തരീക്ഷം അദ്ദേഹം കൂടെ അവിടെ ഒരുക്കി തന്നു. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒക്കെ വന്നിരുന്നാൽ, എന്റെ വൈഫിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇടയ്ക്കൊക്കെ വന്ന് മണിക്കൂറോളം എന്റെ കൂടെ അവിടെ ആ റൂമിൽ ബെഡിലിരുന്ന് പ്രാർത്ഥിക്കും, എന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്. എന്റെ അളിയന്മാര്, എന്റെ വൈഫിന്റെ സഹോദരന്മാര്, അവര് 4 പേര് ആണുങ്ങളാണ്. അവര് 4 പേരും പാസ്റ്റർമാരാണ്. അപ്പോ ഇതില് മുതിർന്ന പേര് അവര് വന്ന് ഇടയ്ക്കൊക്കെ വന്ന് എന്നോട് കൂടെ പ്രാർത്ഥന, ഒരു കോഴിക്കോടൊക്കെ താമസിക്കുന്നവരാണ്. എങ്കിലും ഇടയ്ക്കൊക്കെ വരും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം അതിനകത്തുണ്ടായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ വസ്തുവകളെല്ലാം വിൽക്കപ്പെടുവാനിടയായി. ഭാരിച്ച ചികിത്സകളും അതിനു മുമ്പ് തന്നെ ഈ അധ്വാനങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടും കടഭാരം എന്ന് പറയുന്നത് വന്നു തുടങ്ങിയത് ഞാൻ ഈ കർത്താവിന്റെ വേല വിട്ടേച്ച് വന്നതിന് ശേഷമാണ്. അതുപോലെ എനിക്ക് കടം എന്ന് പറയുന്നില്ല, ഒരു ലോൺ എടുത്തിട്ടില്ല. ഞാനൊരു ലോൺ, അപ്പൻ ഒരു ലോൺ എന്തെങ്കിലും എടുത്താൽ അത് കൃത്യതയോടെ അപ്പൻ അടയ്ക്കും. പക്ഷെ ഞാൻ അങ്ങനെ ലോണോ ഇങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഇനി ഈ ഭാരിച്ച കടബാധ്യത അതിനുശേഷമാണ് ഞാൻ നാട്ടിലായപ്പോഴാണ് ഈ ലോണൊക്കെ എടുക്കാനും ഇങ്ങനെയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ലോൺ എടുത്തൊക്കെ ഉള്ള കടങ്ങളും ബാധ്യതകളും കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോൾ ഈ വസ്തുവകളെല്ലാം, ഈ 60 സെന്റ് ഭൂമിയും നിലമായിട്ട് 10 സെന്റ് ഉണ്ടായിരുന്നു, അത് പോയിട്ട് 50 സെന്റ് ഭൂമിയും വിൽക്കുവാനിടയായി. ഒരു വലിയൊരു വീട്, കുടുംബ വീടായിരുന്നു. ആ വീടൊക്കെ വിറ്റു, എല്ലാം തകർന്ന അവസ്ഥ. അവസാനം ഈ 10 സെന്റ് നിലവും വിൽക്കേണ്ടി വന്നു. വിറ്റിട്ട് ഞങ്ങള് ഒരു അയൽക്കൂട്ടത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ എന്റെ അമ്മച്ചി പോകുന്നിടത്തുനിന്ന് കുറച്ച് പൈസ ലോണായിട്ട് എടുത്തിട്ട് ഒരു 4.5 സെന്റ് ഭൂമി, വൈഫും അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ലോണായിട്ട് എടുത്ത് 4.5 സെന്റ് ഭൂമി വാങ്ങി അതിലൊരു ഫൗണ്ടേഷൻ, ചെറിയ രീതിയിൽ ഒരു വീട് വയ്ക്കാനുള്ള ഫൗണ്ടേഷൻ കൂടെ അവിടെ അത്രയും കൂടെ ചെയ്തു. 4.5 സെന്റ് ഭൂമിയും, അത് വളരെ ഒരു ത്രികോണാകൃതിയിലുള്ള ഭൂമി ആയതുകൊണ്ട് അല്പം വില കുറച്ചത് കിട്ടുവാനിടയായി. റോഡ് സൈഡിലാണ്, അത് പോയിട്ട് അല്പം കയറ്റത്തിലുമാണ്. റോഡിലൊന്ന് പെട്ടെന്ന് വാഹനമൊന്നും അതിനകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് അത് കിട്ടി. അവിടെ ഫൗണ്ടേഷൻ ഇട്ടു. അതില് 5-6 തൂണുകൾ നിർത്തി ഓല കൊണ്ട് ഒരു ഷെഡ് ഉണ്ടാക്കി ഞങ്ങള് ഇത്രയും പേര് അവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ താമസിക്കാൻ പോകുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇത് ഈ വ്രണം കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്, അല്ലെങ്കിൽ അത്രയും ഇതുപോലെ വൃത്തിയായിട്ട് കിടത്താനുള്ള അന്തരീക്ഷം, പൊടിയൊന്നും അടിക്കാതെ കിടത്താനുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാവൂന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ചെറിയൊരു വാടകയുണ്ട്. അത് മാത്രമല്ല അവിടെ കൊണ്ടുപോകാം. കാരണം പിള്ളേർക്ക്, നമ്മളിവിടെ താമസിക്കുന്നെങ്കിലും പിള്ളേർക്ക് സ്കൂളുകളിൽ പോകുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എന്തായാലും പോകാമെന്ന് കരുതി. അവിടെ ഒരു കിണറുണ്ട്. അവിടെ കിണർ നേരത്തെ ഉണ്ടായിരുന്നു, ഒരു നികത്താൻ വേണ്ടിയിട്ട് കിണറാണ്, വെള്ളമൊന്നും ഇല്ലാഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ അങ്ങ് അവിടെ പോയതിനു ശേഷം നന്നായി സമൃദ്ധമായ വെള്ളം അതിലുണ്ട്. പാറയാണ് അടിയിൽ. ഒത്തിരി പേര് വേനൽക്കാലത്ത് വന്ന് അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകാനിടയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ആ ഓല ഷെഡിൽ തന്നെ താമസമായി. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ചില ചാനലിൽ നിന്നൊക്കെ സഹായത്തിന് വേണ്ടി ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ എന്ന് പറഞ്ഞ് എന്നെ ചാനലിൽ കാണിക്കാമെന്ന് പറഞ്ഞ് അവരുടെ പ്രോഗ്രാമിലൊക്കെ കാണിക്കുമ്പോൾ നല്ല സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ കാണിക്കാം എന്ന് പറഞ്ഞ് നന്നായി അവിടെ കൊണ്ടുവന്ന് വീഡിയോ ഒക്കെ പിടിച്ചു. ഇവർ കൊണ്ടുപോയി ഇതിനെ പല പ്രാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിലിങ്ങനെ ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന്റെ അവതാരകൻ ഒരിക്കല് എന്നെ കാണാനായി ഒരു അവസരം ഉണ്ടായി. എന്നെ ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടന വേദിയിൽ, അവിടെ ആ സ്ഥലത്തുള്ളവരെ എന്നെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കാറിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് സ്ട്രെച്ചറിൽ ആ സ്റ്റേജിന്റെ മുകളിൽ കയറ്റി എന്നെ അവിടെ കാണിച്ചു കൊടുത്തു അവർക്കൊക്കെ. കാരണം എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കട്ടെ എന്നാണ്. പക്ഷെ അവിടെ വെച്ച് എനിക്കൊരു 1000 രൂപ ഈ അവിടുത്തെ ഈ അവതാരകൻ എന്നെ അന്ന് പ്രോഗ്രാം ഈ ടിവിയിൽ കാണിക്കുവാൻ വേണ്ടി കൊണ്ടുപോയ പിടിച്ച അതിന്റെ അവതാരകൻ 1000 രൂപ ഒരു കവറിലിട്ട് എനിക്ക് അന്ന് തന്നായിരുന്നു. തന്നിട്ട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഇപ്പൊ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ്, നല്ല എമൗണ്ട് ഇത് വിൻസെന്റിന് വേണ്ടി വന്നിട്ടുണ്ട്,
അത് താമസമില്ല, ഞങ്ങൾ അത് കൊണ്ടെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സഹായം കിട്ടുന്നില്ല. ഞങ്ങൾ ഈ ഓലപ്പുരയിൽ തന്നെയാണ്. വൈഫ് ഇതിനിടയിൽ വീട്ടിന്റെ ചെലവുകൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയം ഒരു മണിക്കൂർ സമയമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ തുണി ഐറ്റങ്ങൾ, തുണിത്തരങ്ങൾ കൊണ്ട് അടുത്തുള്ള വീടുകളിലോ അപ്പുറം ഇപ്പുറം ഒക്കെ ഈ ബാഗിൽ തൂക്കി കൊണ്ട് നടന്ന് വിൽക്കും. പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എന്റെ അടുത്ത് വരികയും വേണം. കാരണം ആ സ്റ്റേജിലാണ് ഞാൻ കിടക്കുന്നത്. എങ്കിലും ഞാൻ ധൈര്യമായിട്ട് പോയിട്ട് പോകാന്നൊക്കെ പറയും. പോയി ഇങ്ങനെ കുറെ വീടുകൾ, ചില വീടുകളൊക്കെ നമ്മളെ പരിചയമില്ലാത്ത വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങള് ഉറിയാക്കോട് എന്ന സ്ഥലത്താണ്, വെള്ളനാടിനടുത്തുള്ള ഉറിയാക്കോട് സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. പിന്നീട് വെള്ളനാടിനേക്ക് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ വരാനിടയായി. അവിടെ ഒത്തിരി പേർക്ക് ഞങ്ങളെ കുറിച്ച് അറിയില്ല. നമ്മളിങ്ങനെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നു എന്നുള്ളത് എല്ലാവർക്കും ഒന്നും അറിയില്ല. എങ്കിലും ഈ എന്റെ വൈഫാണ് ഇങ്ങനെ കൊണ്ടുപോയി ഈ അവസ്ഥയിൽ കിടക്കുന്ന ഒരാളിന്റെ വൈഫാണ് ഈ കൊണ്ടുപോകുന്നത്, തുണിത്തരങ്ങൾ കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് പലരും ഗേറ്റ് അടച്ചിട്ടുണ്ട്. പലരും ഇന്ന് എന്നെ കാണുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്. പട്ടിയെ പോലും അതായത് നായ്ക്കളെ പോലും, അവരുടെ വീട്ടിലുള്ള നായ്ക്കളെ പോലും അഴിച്ചുവിട്ട് പോ എന്ന് പറഞ്ഞ് എന്റെ വൈഫിനെ വിട്ടിട്ടുണ്ട്. കാരണം അന്നത്തെ ഞങ്ങളുടെ ചില പലപ്പോഴും അന്ന് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് പനിക്ക് വേണ്ടിയുള്ള ഒരു ഗുളിക വാങ്ങാൻ പോലും കൈകളിൽ സാമ്പത്തികം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്നപ്പോഴാണ് ഈ ആഗ്രഹം വൈഫിനുണ്ടായത്. പലയിടത്തും സഹായത്തിന് വേണ്ടിയൊക്കെ പലയിടങ്ങളിലും പലരും അയച്ചിട്ട് പോയിട്ട് ആരും സഹായിച്ചില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഇന്നത്തെ പോലെ അല്ല. ഇന്ന് അതുപോലുള്ള അവസ്ഥകൾ കടരോഗികളായിട്ട് കിടക്കുന്നെങ്കിൽ പലരെയും സഹായിക്കാൻ വേണ്ടി പല സഹായ ഹസ്തങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാം. അന്ന് മൊബൈൽ സംവിധാനങ്ങളില്ല. അല്ലാതെ അന്നിങ്ങനെ ടി വിയിലൂടെ ഇങ്ങനെ കാണിച്ചെന്നല്ലാതെ അത് പലരും അവിടെ തന്നെയാണ് ഇതിന്റെ സാമ്പത്തികം അയച്ചു കൊടുത്തത്. പക്ഷെ എന്നെ 3 മാസത്തോളമായിട്ടും വൈഫ് ഞങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. 3 മാസത്തോളമായിട്ടും അവിടെ നിന്നൊന്നും വരാത്തത് കൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഇതിനു വേണ്ടി മുൻകൈ എടുത്ത ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ആ സാറ് വന്ന് ഒരു സഹോദരന് തുല്യമാണ്. അദ്ദേഹം വന്ന് ഇങ്ങനെ ഒന്നും ചെയ്തില്ല, നമുക്കൊന്ന് തിരക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി തിരക്കിയപ്പോ അറിയുകയാണ് 60 സെന്റ് ഭൂമിയുള്ള ഒരാളാണത് എന്നിവിടെ കൊണ്ട് അതിന്റെ രേഖകൾ വരെ അവിടെ എത്തിച്ചത്. കാരണം എന്റെ കയ്യിൽ 60 സെന്റ് ഭൂമി ഉണ്ടെന്ന് വരെ അവിടെ രേഖകൾ എത്തിച്ചു. അതുകൊണ്ടാണ് അവിടെ എത്തിക്കാത്തത്. ഇത് മറ്റൊരാൾക്കെങ്കിലും കൊടുക്കാനുള്ളതായ ക്രമീകരണമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് സാമ്പത്തുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്ന് തിരക്കി. എന്റെ കയ്യിൽ 60 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു, അത് വിൽക്കപ്പെട്ടതും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല, നമ്മൾ അത് ഓർത്ത് വിഷമിക്കുകയോ അത് ഓർത്ത് കാരണം നമുക്കത് അർഹതപ്പെട്ടതല്ലായിരിക്കാം, നമ്മൾ അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള യാതൊരു കാര്യത്തിന് വേണ്ടി പോകണ്ടെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് തന്നെ ഈ സമയങ്ങളിൽ തന്നെ ഒത്തിരി പേര് ഞാൻ ഈ കിടക്കുന്ന ഫോട്ടോകളൊക്കെ എടുത്ത പലയിടങ്ങളിലും സ്കൂളുകളൊക്കെ കൊണ്ടുപോയി കാണിച്ചൊക്കെ ഒത്തിരി പിരിവുകളൊക്കെ നടത്തി ഒന്നും നമ്മുടെ കയ്യിലൊന്നും എത്തിക്കുകയോ നമ്മൾ അതിനു വേണ്ടി പിന്നെ പോയിട്ട് വരെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ. ഈ ഇങ്ങനെയുള്ള സാമ്പത്തികപരമായ ഞെരുക്കത്തിലൂടെയൊക്കെ അന്ന് കടന്നു പോകേണ്ട അവസ്ഥയുണ്ടായി. ഒരു ഭവനമില്ല, കുഞ്ഞുങ്ങള് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതില് ഈ ഷെഡിന്റെ ഒരു ഭാഗത്ത് തന്നെ ഒരു ബാത്റൂം മാത്രം ഭിത്തിക്ക് വേണ്ടി അത് മാത്രം ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടി നമുക്ക് കറണ്ട് എടുക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി ഒരു ചെറിയ ചുവരെങ്കിലും ഒരു ഭിത്തി വേണം എന്ന് പറഞ്ഞ് അതിന്റെ മീറ്റർ ബോർഡൊക്കെ വെക്കാൻ വേണ്ടി അത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ താമസമാകുന്നതിന് മുമ്പ് തന്നെ അത്രയും ഒരു ചെറിയ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു 25 സ്ക്വയർ ഫീറ്റിനകത്തെ വരത്തുള്ളൂ, അല്ലെങ്കിൽ കൂടി പോലും 40 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഒരു ചെറിയൊരു ഭാഗം ബാത്റൂമാണ്. അതിന്റെ പുറത്തുള്ള ചുവരില് കറണ്ട് എടുത്ത് പോകാനിടയായി. അവിടെ ഞങ്ങൾ താമസിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്റെ മകള് പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഷീറ്റ് ഇട്ട ഒരു വീട് ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഷീറ്റ് ഇടത്തക്ക രീതിയിൽ ചെറിയ ഹോളോ ബ്രിക്സ് കല്ല് വാങ്ങി ഷീറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എത്ര രൂപ എമൗണ്ട് എന്ന് അവർ പറയുവാനിടയായി. 40,000 രൂപ നിങ്ങൾക്ക് സഹായിക്കാം എന്നവർ പറയാനുണ്ട്. അതുപോലെ ഞങ്ങളത് വളരെ സന്തോഷത്തോടെ, എന്തെന്നില്ലാത്ത ആനന്ദവും സന്തോഷവും ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. ഞങ്ങൾ സന്തോഷത്തോടെ അത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് അവരിവിടെ കൊണ്ടുവരുന്നതിന് അതിനുള്ള സംവിധാനങ്ങൾ ജോലി ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്നെ കാണാൻ വന്ന് എന്റെ ദേശത്തു നിന്ന് വന്ന ഒരു സഹോദരൻ, എന്റെ കൂടെ പഠിച്ച ഒരാളിന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു എന്താണ് ഇങ്ങനെ വീട്, അദ്ദേഹത്തോട് പറയുമ്പോൾ വീട് വയ്ക്കാൻ അങ്ങനെ ഷീറ്റ് ഇടാനുള്ള സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും പൈസ കൂടെ കിട്ടുകയാണെങ്കിൽ ആരോടെങ്കിലും കടമായിട്ടെങ്കിലും വാങ്ങി നിങ്ങളിത് വാർക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഈ ഷീറ്റിട്ട് ഓല മുകളിൽ മാറ്റി ഭിത്തി മാത്രം ഒന്ന് ഓല മാറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നത് പോലും തെറ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യില് ഇതിന്റെ തട്ടടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്, ഇതിന്റെ കമ്പിക്ക് വേണ്ടിയുള്ള കുറച്ച് സഹായങ്ങളും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പൊ ഞങ്ങൾ അദ്ദേഹം ഈ തരാമെന്ന് പറഞ്ഞ സ്ഥാപനത്തോടൊന്നും 40,000 രൂപ തരാമെന്ന് പറഞ്ഞെടുത്തൊന്നും ഞങ്ങൾ ഇത് പറയാൻ പറ്റില്ല, ഇത് കൂടുതൽ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയാം, അവര് പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇത് ഇങ്ങനെ വാർക്കാമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതിൽ തന്നെ ഞങ്ങളുടെ പഴയ വീട് പൊളിച്ച ആ സ്ഥലം വിറ്റപ്പോൾ അവർ വീട് പൊളിച്ചെടുത്തോളാം പറഞ്ഞു. അതിലുള്ള ജനാലുകളും ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഭിത്തി മാത്രം മതി. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്കത് ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു കാര്യം അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് പിറ്റേ ദിവസം ഇവര് കമ്പിയുമായിട്ടാണ്, അത് കഴിഞ്ഞുള്ള ദിവസം സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ആദ്യം കൊണ്ടുവരുന്ന കമ്പിയാണ്. ഈ കമ്പിയാണ് ഒരു ഭാഗത്ത് കൊണ്ടിട്ട് അതിനുള്ള സാധനങ്ങളാണ്, പിന്നെയാണ് ഹോളോ ബ്രിക്സ് ബാക്കി കെട്ടാനുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അത് നോക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ ഘട്ടഘട്ടമായി നടന്നു. ഒരു മനോഹരമായ ഒരു ഭവനം അവിടെ പണിയുവാനും ഉയരുവാനും ഇടയായി. എപ്പോഴും പ്രാർത്ഥനയും ആരാധനയുമായി അങ്ങനെ കടന്നു പോകും. ഞാനവിടെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ വീൽ ചെയറിൽ ചെറുതായിട്ട് ഇരിക്കാൻ തുടങ്ങി. വളരെ ചെറിയ അല്പസമയങ്ങൾ വീൽ ചെയറിൽ ഇരിക്കാനുള്ളതായ ഒരാരോഗ്യം ശരീരത്തിൽ ലഭിക്കുവാനിടയായി. അതിനോട് അനുബന്ധിച്ച് തന്നെ വ്രണം വീണ്ടും അതുപോലെ തന്നെ ഇരിക്കുകയാണ്. വ്രണം കരിയുന്നില്ല. അവിടെ എപ്പോഴും അതിനുള്ള ട്രീറ്റ്മെന്റ് വൈഫ് ഇങ്ങനെ ഡ്രസ് ചെയ്യുകയും അതൊക്കെയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ ഇടയ്ക്കൊക്കെ പനി വന്ന് കൊണ്ടുപോയാലും ഈ കൂടുതലും ഡ്രസ് ചെയ്യുന്നതെല്ലാം വൈഫ് തന്നെയാണ്. വ്രണത്തിന് ആ വ്രണം കരിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ എല്ലാവരും, ഈ വ്രണമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മുൻപിൽ. ഞാൻ അല്പമൊക്കെ ആഹാരം കഴിക്കാൻ തുടങ്ങി. വ്രണം മുൻപിൽ ഒരു ഭാരമായിട്ടിരിക്കുന്നു. ഒരുപാട് പേര് വന്ന് ആൾക്കാർ കൂടെ പറയാൻ തുടങ്ങി വ്രണം കരിയാൻ പ്രയാസമാണെന്ന്. വ്രണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു കാഴ്ച ഞങ്ങൾ എല്ലാവരും കാണുവാനാണ്, ഞാനും എൻ്റെ വൈഫും കണ്ടു. കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു. അത് ആ വ്രണം ഈ ഒരു തുണിയുടെ ഒരു കഷ്ണം വെട്ടി മാറ്റിയാൽ, അതിനെ മാറ്റിയതിനു ശേഷം അതിനെ എങ്ങനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് തുന്നിയാൽ എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്ലീറ്റ് ഒക്കെ വരുന്നു, അതുപോലെ ആ വ്രണം കരിയുന്നത് കാണാനിടയായി. കരിയുന്ന ഒരു കാഴ്ച പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ കണ്ടു. അപ്പൊ ഞങ്ങൾ അവിടെ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഇത് കരിയും. ഞങ്ങൾ അതൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റെടുത്തു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചെറിയൊരു വ്രണമായി. അത് വളരെ ചെറുതായി. അത് വളരെ അതിശയമാണ്. ആ കുഴിയൊക്കെ നികന്ന് വന്ന് ആ ഭാഗം ഇങ്ങനെ അടുത്ത് വന്ന് ചെറിയൊരു വ്രണമായി. ഈ ഞങ്ങൾ കണ്ടതുപോലെ തന്നെ പിന്നത്തേതിൽ ചില വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ, 1-2 വർഷം കഴിഞ്ഞപ്പോൾ അത് കരിഞ്ഞ് അതേ രീതിയിൽ ഞങ്ങൾ എങ്ങനെ കണ്ടോ അതുപോലെ ആ വ്രണം ഇരുന്ന ഭാഗം ഇന്നും അങ്ങനെയാണ്. ആ വ്രണം പൂർണ്ണമായിട്ടും കരിഞ്ഞു മാറുവാനിടയാണ്. ഞാൻ അതിനുശേഷമാണ് ഇങ്ങനെ വീൽ ചെയറിലൊക്കെ അല്പനേരം കൂടെ ഒക്കെ ഇരിക്കാൻ തുടങ്ങി. ഇരുന്ന് തുടങ്ങിയപ്പോൾ ഒരുപാട് സ്രോതസ്സുകൾ, നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി 4 കിലോ അരി ഇങ്ങനെയൊക്കെ കിട്ടുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ അതിന് ഈ വീട് പണി ചെയ്ത് വീട് വാർത്തു. അപ്പൊ വീട് വാർത്ത വീടായതുകൊണ്ട് അവര് സമ്പത്തുള്ളവരാണ് എന്ന് കരുതി ഞങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചിരുന്ന സഹായങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ഭാരിച്ച മരുന്നിന് വേണ്ടിയൊക്കെ ഭാരിച്ച ചെലവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത്രയത്തോളം ഇല്ലെങ്കിലും ചെറിയ ചെലവുകൾ ഇന്ന് ഉണ്ടെന്ന് പറയാം. അന്ന് അതിനെ സഹായിക്കുന്ന ആൾക്കാരോടൊക്കെ ചിലർ പറയുമ്പോൾ, നിങ്ങൾ അവിടെ പോയി ആ രോഗി ഒന്ന് കാണണം, ഒന്ന് കണ്ടിട്ട് അവരെ ഒന്ന് സഹായിക്കാമെന്ന് പറയുമ്പോൾ, ആ നല്ല വീടല്ലേ ഉള്ളത്, അപ്പൊ എന്തായാലും വാർത്ത വീടാണല്ലോ, ഒന്ന് സഹായിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവര്, കാരണം അതിനേക്കാളും അർഹതപ്പെട്ടവർ മറ്റുള്ളവരുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവര് പിന്മാറിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങള് അവിടെ അകത്തെ അവസ്ഥ ആരെയും അറിയിച്ചിട്ടുമില്ല. ഞങ്ങൾ എപ്പോഴും ഹാപ്പിയായി സന്തോഷത്തോടെയാണ്. ഒരു ദിവസവും ദൈവം ആഹാരത്തിന് മുടക്കിയിട്ടില്ല. എങ്ങനെയെങ്കിലും ആവശ്യത്തിനുള്ള ആഹാരം എവിടെ കൂടെയെങ്കിലും കർത്താവ് അവിടെ എത്തിക്കും. ഭാര്യ അത്രത്തോളം കഷ്ടപ്പെട്ട്, അവൾ ഇന്നും, എൻ്റെ വൈഫ് നന്നായി കഷ്ടപ്പെടുകയാണ്. ഭരിച്ച കഷ്ടപ്പാട് ഞങ്ങളെ പുലർത്താൻ വേണ്ടി അത് ചെയ്തു. അതിന്റെ ഫലമായി ആഹാരത്തിനൊരു മുടക്കം ഒരു ദിവസം പോലും വന്നിട്ടില്ല. ഈ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഞങ്ങളെ വിട്ട് സഹായങ്ങളൊക്കെ നഷ്ടമായി തുടങ്ങി. വീട് വന്നതോടുകൂടെ അതൊക്കെ നഷ്ടമായി. കുറെ നാൾ കഴിഞ്ഞപ്പോ ഒരു സഹോദരി നിർബന്ധിച്ച് ഈ മരുന്ന് ഈ രോഗികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ആളിനെ വിളിച്ച് നിർബന്ധിച്ച് ഞാൻ കിടക്കുന്ന റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് എന്നെ കാണുന്നതും എന്റെ അവസ്ഥ അറിയുന്നതും ഇതെല്ലാം അറിയുന്നത്. ഒരു ചെറിയ റൂമാണ്, അതിനകത്ത് വന്ന് ഞാൻ പുറം ലോകം കാണാൻ പറ്റാതെ കിടക്കുന്ന സമയം അവര് ഇത് നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട്, വിശ്വാസത്തിലുള്ള ഒരു സഹോദരിയാണ്. ഈ എന്റെ സാക്ഷ്യം കേൾക്കും ഉറപ്പാണ്. ആ സഹോദരി ഒത്തിരി സമയം ഇവിടെ നിന്ന് കരഞ്ഞിട്ടാണ് പോയത്. ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് സുഖമുണ്ടെന്ന് പറയാം. അന്ന് ഞാനൊരു രോഗി കിടക്കുകയാണെങ്കിലും അന്ന് പഴയതിനേക്കാളും വളരെ ബെറ്ററായി ഞാൻ ഇരിക്കുന്ന സമയം. പക്ഷെ ഈ അവസ്ഥ പോലും അവർക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. വീട് മൊത്തം അവര് പരിശോധിച്ചു. യഥാർത്ഥം പറഞ്ഞാൽ കിച്ചണിലൊക്കെ പോയി ഒക്കെ പരിശോധിച്ചു. അവര് നോക്കിയിട്ട് ഇങ്ങനെ ഇത്രയും ഈ അവസ്ഥയൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ്
ക്ഷമ ചോദിക്കുന്ന പോലെയൊക്കെ സംസാരിച്ചു. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും അവര് തന്നെ ആവശ്യമുള്ള മെഡിസിനൊക്കെ, ഞാൻ ഒരുപാട് മെഡിസിൻ വേണ്ടാന്ന് വെച്ചു, മാറ്റി വെച്ചു. കാരണം അതൊക്കെ കഴിക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ മാറ്റി അവർ ആവശ്യത്തിനുള്ള മെഡിസിനൊക്കെ അവർ തന്നെ വാങ്ങിത്തരാൻ തുടങ്ങി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെഡിസിൻ എന്ന് പറയുന്നത് ഉള്ളിൽ ഉള്ളതല്ല, മറ്റ് ചില ആവശ്യങ്ങൾക്കുള്ളത് തന്നെ അത് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ള അത് വാങ്ങിത്തരാൻ വേണ്ടി മാത്രം അവരെ ആവശ്യപ്പെട്ടു. അത് വാങ്ങിത്തന്നു. ഇന്ന് ഞങ്ങളത് വാങ്ങുകയാണ്. ഇന്ന് അവര് വാങ്ങുന്നില്ല. കാരണം ആ കൊറോണ വന്ന സമയം മുതൽ പിന്നെ അത് നിലയ്ക്കുവാനിടയായി. ഞങ്ങൾ ഇതിനിടയ്ക്ക് ഈ അല്പം ഇരിക്കാൻ തുടങ്ങി വന്ന സമയത്ത്, കൊറോണയ്ക്ക് മുമ്പ് തന്നെ ഒരിക്കലൊരു സ്ഥലത്ത് ആദ്യമായി, പല ചർച്ചുകളിലും പോകുന്നു, പക്ഷെ ഇത്തിരി ദൂരെ സ്ഥലത്ത് ഒരു ചർച്ചില് ഒരു കൺവെൻഷൻ നടക്കുന്നു. എന്റെ വൈഫിന്റെ സഹോദരൻ നടത്തുന്ന ഒരു കൺവെൻഷൻ. ഒരു പാസ്റ്റർ വന്ന് ഫിലിം ഷോ ഒക്കെ നടത്തുകയാണ്. അപ്പൊ അവിടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നെ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളും ഇങ്ങനെ നന്നായി ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഈ ഓട്ടോയിൽ ഇങ്ങനെ ഇരുത്തി അങ്ങനെ ഒരു രീതിയിൽ എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ആ കൺവെൻഷനൊക്കെ കഴിഞ്ഞു. അവിടെ അതിനകത്ത് വെച്ചാണ്, ഹോളിനകത്ത് വെച്ചാണ് കൺവെൻഷൻ ആയിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ എന്റെ വൈഫിന് എന്റെ വൈഫിന്റെ ഒരു ബന്ധത്തിൽ ഒരാൾ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇത്രയും നടന്നിങ്ങനെ കഷ്ടപ്പെട്ട് ഈ 2 ഷോൾഡറും മുറിഞ്ഞ് ഈ ബാഗ് തൂക്കിയിട്ട് മുറിഞ്ഞാണ് ചില ദിവസങ്ങൾ മുറിവുണ്ടായിട്ട് വരും. ഈ ഷോൾഡർ തൂക്കിയിട്ട് കൊണ്ടുവന്ന സാധനം അതുപോലെ ചില ദിവസം കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ മുഖം നന്നായിട്ട് വാടിയിരിക്കും, പക്ഷെ അവര് അതിനേക്കാളും വാടിയ മുഖത്തോടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ബന്ധത്തിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ ഓടിക്കാൻ പഠിക്കുക. പഠിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ അതിനെ തന്നെ CC ഇട്ട് എടുക്കാനുള്ള ശ്രമം ചെയ്യാം. നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരു ചെറിയ ലോണോ എന്തെങ്കിലും കൂടെ എടുത്ത് ഇതിനെ കൊണ്ടുപോകണം എന്ന് അദ്ദേഹം ഉപദേശിപ്പാനിടയായി. അപ്പൊ ശരിയാണല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് കരുതി അതിനുവേണ്ടി തിരിഞ്ഞു. പക്ഷെ അത് അങ്ങനെ ഓട്ടോ എടുത്തു. CC ഉണ്ടായിരുന്നു. ഓട്ടോ എടുത്ത് കൊണ്ടുവന്നു. ചെറുതായിട്ടൊന്ന് വൈഫ് പഠിച്ചു വന്ന സമയത്ത് എന്റെ വൈഫിന് പെട്ടെന്ന് ശരീരത്ത് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. വയറിന്റെ ഭാഗത്തൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ വാഹനം ഇവിടെ വെറുതെ ഒന്ന് ഇട്ടേക്കായിരുന്നു. ഒരു ഓണേഴ്സായിട്ടാണ് ആക്കിയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നത്. ഓണേഴ്സായിട്ടാണ്, ടാക്സി ഒന്നും അല്ല, അങ്ങനെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങള് ചർച്ചിലേക്ക് പോകാൻ വേണ്ടി ആരെയെങ്കിലും വീണ്ടും എന്നെ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ആലയങ്ങളിൽ പോയിട്ട് ഈ പില്ലോയൊക്കെ പുറവശത്ത് വെച്ച് ഇരിക്കുന്നതല്ല കിടക്കുന്നതല്ല ആ രീതിയിൽ എന്നെ കൊണ്ടുപോയി. എന്റെ അതിയായ ആഗ്രഹം കൊണ്ടാണ് അവർ കൊണ്ടുപോകുന്നത്. കുഞ്ഞുങ്ങള് ചർച്ചിൽ പോകുന്നുണ്ട്. അപ്പൊ എന്നെയും കൂടെ അവിടെ കൊണ്ടുപോയി അവിടെ കിടത്തി കുറച്ച് ആരാധനയൊക്കെ കഴിയുമ്പോൾ എന്നെ തിരിച്ച് ഓട്ടോയിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവരും. നന്നായിട്ട് ഇരിക്കാൻ പറ്റില്ല, കിടക്കുന്ന രീതിയിൽ തന്നെയാണ് ഹോളിൽ ആരാധന സ്ഥലത്ത് പോകുന്നത്. പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ സമയത്താണ് ഒരു ദിവസം എനിക്ക് അല്പം ഇരിക്കാൻ കൂടെ കർത്താവ് ബലം തന്നു. വീൽ ചെയറിൽ നന്നായിട്ട് ഇരിക്കാനുള്ള ബലം, കൈകൾക്കും അല്പം ബലം ലഭിച്ചു തുടങ്ങി. കൈകൾക്ക് വളരെ പല്ല് തേയ്ക്കാൻ പറ്റില്ലായിരുന്നു, ആഹാരം വരി കഴിക്കാനൊക്കെ പറ്റാതെ കൈകൾക്ക് അത്ര ബലമില്ലാതെ കിടന്ന ഒരു സമയമായിരുന്നു. എന്നാൽ കൈകൾക്ക് ബലം കിട്ടി തുടങ്ങി. ഞാൻ ചെറുതായിട്ടൊക്കെ ആഹാരം കഴിക്കാൻ, വീൽ ചെയറിൽ ഇരിക്കാൻ, അതിന് ബലം കൊടുക്കാനൊക്കെ തുടങ്ങി. നമ്മുടെ പല്ല് ബ്രഷ് ചെയ്യാൻ, ഇതിനെല്ലാത്തിനും ചെറുതായിട്ടൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു തുടങ്ങി. അതിനുശേഷം വീൽ ചെയറിൽ നന്നായിട്ട് ഇരിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരിക്കല് ഞങ്ങൾ ആദ്യം ഈ കൺവെൻഷന് പോയ സ്ഥലത്തുള്ള അവിടെ വെച്ച് എന്റെ അളിയൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ സഭ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത്രയും അല്പം ഇതായല്ലോ, ഇത് നടത്താമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് കുറച്ചുകൂടെ ശരീരത്തിന് ബെറ്ററായി ഞങ്ങളിവിടെ ഒരു IPC സഭയിൽ പോവുകയും അവിടെ ആ ചർച്ചില് ഇടയ്ക്ക് വീൽ ചെയറിൽ കസേരയിൽ തന്നെ ഇരുന്ന് ചില ദിവസങ്ങൾ സഭായോഗം നടത്താനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പാസ്റ്റർ അവിടെ സ്ഥലത്ത് നിന്ന് ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ തന്നു. സഭാരാധനകള് 2 മാസത്തോളം അവിടെ നടത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ടാണ് ആ ദേവദാസൻ വന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ആരാധന മുടങ്ങിക്കിടക്കുന്ന ഒരു ആലയമാണ്, ആളുകളില്ല, ഒന്ന് നടത്താൻ പറ്റുന്നു. അവിടെ ആ ഹോളിൽ കൺവെൻഷൻ നടന്നതേ ഉള്ളൂ, പക്ഷെ അവിടെ ആരാധന ഇല്ല. കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ 2 കൺവെൻഷൻ വീതം അദ്ദേഹം അവിടെ നടത്തും. പക്ഷെ സഭാരാധനയോ ഒന്നുമില്ല. അവിടെ നിറയെ ആൾക്കാർ ഉണ്ടായിരുന്ന ഒരു ആലയമാണ്. ഞാനും വീഴുന്നതിന് മുൻപ് അവിടെ പോയി ആരാധിച്ചിട്ടുള്ള ഒരു ആലയം. അങ്ങനെ ശൂന്യമായി കിടക്കുന്ന, ആൾക്കാരില്ലാതെ കിടക്കുന്ന ഒരു ആയിരുന്നു. ഞങ്ങൾ കുടുംബമായി കുഞ്ഞുങ്ങളായി ഇവിടെ പോകാമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇച്ചിരി വീൽ ചെയറിൽ കുറച്ചു ദൂരം ഉള്ളിലോട്ട് പോകണമായിരുന്നു. ആ വീൽ ചെയറിൽ പോകാനുള്ള സ്ഥലം ഉള്ളത് കൊണ്ട്, കാരണം ഒരു വലിയൊരു ഇറക്കവും കൂടെയാണ്. ഇത് പോകുന്ന വഴിക്ക് തന്നെ വീൽ ചെയറിൽ നിന്ന് കൈവിട്ട് പോയാൽ ഭയങ്കരമായ ഒരു കുഴിയിലേക്കാണ് ചെന്ന്
ചെന്ന് പോകും. അത് മഴ സമയത്തൊന്നും അല്പം പോലും അതിലേ പോകാൻ പറ്റും, വഴുവഴുക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് വൈഫിനോട് പറഞ്ഞു, നമുക്കിങ്ങനെ ഈ സഭ എന്റെ വൈഫിന്റെ പപ്പ നടത്തിയിരുന്ന ഒരു സഭയാണ്, വേറെ പാസ്റ്റർക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് അതങ്ങനെ ശൂന്യപ്പെട്ടു പോയത്. ചില പാസ്റ്റർമാര് അവിടെ അധികം സമ്പത്തൊന്നും ഇല്ലാതെ ഉള്ളത് കൊണ്ടായിരിക്കും അവർ നിരുത്സാഹപ്പെട്ട് അവർ അങ്ങോട്ട് പൈസ ചിലവാക്കേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വരുമാനം അങ്ങോട്ട് ചിലവഴിക്കണം. കാരണം സാധുക്കളൊക്കെ കാണുകയും അവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു ഏരിയയും സഭയുമാണ് അവിടെ. അപ്പൊ അതിന് ദേവദാസന്മാർ മുൻപന്തിയിൽ നിൽക്കാതെ അവരൊക്കെ ഇട്ടേച്ചു പോയി. പിതാവും മറ്റൊരു സ്ഥലത്ത് സഭയിലെ ശുശ്രൂഷയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒന്നും പോകാനും പറ്റാതെയായി. അങ്ങനെ കിടക്കുന്ന സഭയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനിങ്ങനെ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വൈഫ് ഇങ്ങനെ ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മനസ്സിലൊരു ഒരു ആലോചന പോലെ തോന്നി, ആ സഭയിൽ പോകണം, അവിടെ പോയി ആരാധന നടത്തണം എന്ന് പറഞ്ഞു. ഞാനും അവിടെ പോകാൻ എനിക്ക് മടിയാണ്. കാരണം അത്രയും പാലിച്ച ദൂരം, 28ഓളം കിലോമീറ്റർ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അവിടെ പോകണം, യാത്ര ചെയ്യണം. അതിനുള്ള സാമ്പത്തികമില്ല, വാഹനം പിടിച്ചു പോകാനുള്ള സാമ്പത്തികമില്ല, ഞങ്ങളുടെ ഓട്ടോ വെറുതെ കിടക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ വൈഫിനോട് ഞാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, എന്റെ തൊട്ടടുത്ത റൂമിലാണ്. അപ്പൊ എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തോന്നുകയാണ്, നമുക്ക് പോകാമെന്ന് പറയണമെന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ മൊബൈൽ ഒരുവിധമൊക്കെ എല്ലാവരിലൊക്കെ എത്തി, ഞങ്ങളുടെ കയ്യിലും ഒരു ചെറിയ മൊബൈൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൈഫ് വിളിച്ച് ചോദിച്ചു, അവിടെ ചർച്ചിൽ ആളായോ എന്ന് ചോദിച്ചു, ഏതെങ്കിലും പാസ്റ്റർമാരായോ എന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ദൈവകൃപയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകുന്ന സഭയിലെ പാസ്റ്ററോട് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ട് ആ സഭയിലേക്ക് വീണ്ടും കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ബന്ധത്തോടു കൂടെ ആദ്യമായി പോയി. ആ പോയ ദിവസം, ഒരു ദിവസം ഞങ്ങൾ ശനിയാഴ്ച ദിവസമാണ് അവിടെ പോകുന്നത്. ഈ കർത്തൃദാസൻ ഒരു മറ്റൊരു സ്ഥലത്ത് ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വരുവാനിടയായി. ശനിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ അവിടെ തങ്ങി. തറയെല്ലാം വളരെ ശോചനീയ അവസ്ഥയാണ്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല. 4 സൈഡും ഹോളോബിക്സ് കല്ല് ഉണ്ടെന്നേ ഉള്ളൂ. ഷീറ്റ് മുകളിലിട്ടുണ്ട്, പക്ഷെ ഷീറ്റും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്, അത്ര അവസ്ഥയിലേക്കായി. അപ്പൊ ഞങ്ങൾ അവിടെ അന്ന് ഞങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ തങ്ങി. ഞങ്ങള് അന്ന് രാത്രി കർത്തൃദാസൻ അവിടെ വന്നു. നിങ്ങൾക്കൊരു സഭ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോരെ, ഞാൻ നിങ്ങൾക്ക് യോജിച്ച വാഹനം പോകാൻ എല്ലാം സൗകര്യമുള്ള ഒരു സഭ ഞാൻ തരില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എവിടെ നിന്നെങ്കിലും എന്റെ കെയർ ഓഫിൽ തരില്ലായിരുന്നു എന്ന് പാസ്റ്റർ ഒത്തിരി വഴക്കോട്. അപ്പൊ പാസ്റ്ററോട് പറഞ്ഞു, ഇങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിൽ തോന്നിയ ആലോചനയാണ്, അതുകൊണ്ടാണ്, അല്ല ചർച്ച വിട്ടു പോകുന്നതോ സഭയ്ക്ക് വേണ്ടിയുള്ള അങ്ങനെയുള്ള ആഗ്രഹം അങ്ങനെയൊന്നും അല്ല, ദൈവത്തിന്റെ ആലോചന പ്രകാരമാണെന്ന് അവിടെ ദൈവദാസനോട് പറയുവാനിടയായി. അതിന് പ്രകാരം ഞങ്ങളെ അവിടെ ആ സഭാ ചാർജ് എടുത്തു. കർത്തൃദാസൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേന്ന് സഭാരാധന തുടങ്ങി. അവിടെ മറ്റാരുമില്ല, ഞങ്ങളും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. നീണ്ട വർഷങ്ങളോളം, അതായത് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ, അടുത്തുള്ള ഒരു സഹോദരൻ, ആ ചർച്ചിലേക്ക് അദ്ദേഹം കാലുപോലും ചവിട്ടില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരൻ അവിടെ വന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. അദ്ദേഹം ഇന്നും ഞങ്ങളെ കൂടെ തന്നെ ആ ശുശ്രൂഷയിൽ കൂടെ ഉണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് അവിടെ വന്നു. അത് കഴിഞ്ഞ് മറ്റൊരു സഹോദരൻ വന്നു. പിന്നെ ഞങ്ങൾ ഇട ആരാധനകൾ വെച്ച് തുടങ്ങിയപ്പോ ഈ വേറെ ഒത്തിരി പേര്, വേറെ സഹോദരങ്ങളൊക്കെ വന്ന് രാത്രി യോഗങ്ങൾക്ക് 10-30ഓളം ആൾക്കാർ കൂടുന്നുണ്ട്. ഇന്നും കൂടി വരുന്നു. വാർദ്ധക്യത്തിലായ പലരും ഇവിടെ വരുന്നുണ്ട് സഭാരാധനയ്ക്ക്. ഇന്ന് ഞങ്ങളെങ്കിലും പലപ്പോഴും ആ ദേവദാസനോട്, ഇന്ന് 13 വർഷത്തോളം ആകുന്നു ഞങ്ങൾ അവിടെ സഭാ ചാർജിലേക്ക് പോയിട്ട്. പലരും അവിടെ പറഞ്ഞു, ഇവരിനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവരും പോകും, ഇവരിവിടെ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ കർത്താവ് അവിടെ തന്നെ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തി. ഇന്ന് 13 വർഷമാകുന്നു. പലപ്പോഴും അവിടുത്തെ ദൈവദാസനോട് പറഞ്ഞത്, ഇത്രയും ഞങ്ങള് ആലയത്തിന് തറയിടുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി. കുഞ്ഞുങ്ങളൊക്കെ മുതിർന്നവരുടെ വിവാഹത്തിനൊക്കെ ശേഷമാണ് അതൊക്കെ ചെയ്തത്. ഷീറ്റ് നന്നായിട്ട് ഇടാൻ തുടങ്ങി, ബാത്റൂമിന്റെ ഇതൊക്കെ ചെയ്ത് ആ ചർച്ചിൽ നല്ലൊരു ദേവദാസനോടെ വന്നാൽ അവിടെ ശുശ്രൂഷയ്ക്ക് ധൈര്യത്തോടെ താമസിച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ചെയ്തുകൊണ്ട് ദേവദാസനോട് പലപ്പോഴും പറഞ്ഞു, വേറെ ആരെങ്കിലും ദേവദാസനെ മാരുണ്ടെങ്കിൽ അവിടെ ആക്കുക, ഞങ്ങൾ അത് മാറത്തരാന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം വിസമ്മതിച്ച് ആരെയും ഇതുവരെയും ആക്കുന്നില്ല. എങ്കിലും ദൈവം കൃപയാൽ അത് മാത്രമല്ല, അവിടെ ഒരു വരുമാനം ഇല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ദേവദാസന്മാരെ ചിലവര്, കാരണം അവർക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് എന്റെ വൈഫ് മുൻപന്തിയിൽ നിന്ന് ഇതിങ്ങനെ നയിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബവും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഇത്രയും സന്തോഷത്തോടെ ആ വ്രണം കഴിയുവാനും കർത്താവിന്റെ വേല ചെയ്യുവാനും ഇടയായി. അത് മാത്രമല്ല, ഈ ഇട്ടിരുന്ന ഓട്ടോ അത് കമ്പനിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് എന്റെ കൈ കൊണ്ട് ബ്രേക്കും മറ്റു കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ചോദിച്ചു.
അപ്പൊ അവിടെ എന്നെ ഞാൻ ചാരാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ചാരാതെ ഇരുന്നാൽ പെട്ടെന്ന് എനിക്ക് ഈ അരയുടെ ഭാഗത്തിന് ബലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറിഞ്ഞു വീഴും. പുറകിൽ കമ്പി ഇട്ടിരിക്കുകയാണ്. അത് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് എങ്കിലും ഞാൻ ഓട്ടോയിൽ പോയി ഇങ്ങനെ ചോദിച്ചു, എനിക്കിതൊന്ന് ബ്രേക്ക് എല്ലാം ഇതിൽ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ആ പുള്ളി എന്റെ കൈയുടെ ബലമൊക്കെ ഒന്ന് നോക്കി. അപ്പോ ദൈവകൃപയാൽ അദ്ദേഹം നോക്കിയ സമയത്ത് ഇത് ഏതൊരു കുഴപ്പമില്ല, ആ കൈകൾക്ക് ബലമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ എനിക്കറിയാം, ഞാൻ അപ്പുറത്തൊരു കൈ പിടിച്ചിട്ടാണ് ഈ ഒരു കൈ കൊടുക്കുന്നത്. അങ്ങനെ ആ കൈകള് ബലമുണ്ടോ എന്ന് നോക്കി അത് ചെയ്തു തന്നു. എനിക്ക് കയ്യിലെ ബ്രേക്ക് എല്ലാം സ്ഥിരപ്പെടുത്തി തന്നിട്ട് ആ വാഹനം ഓടിച്ചാണ് ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആ സ്ഥലത്ത് പോകുന്നതും മറ്റു പലയിടത്തും കർത്താവിന്റെ വേല ചെയ്യുന്നതും. ഇതിലൊന്ന് ഇത്രയും പൂർണ്ണമായി ഈ ഞാൻ അന്ന് കിടന്നത് ഒരു അസ്ഥികൂടം മാറ്റിയിരുന്നത്, ഇന്ന് ആ അവസ്ഥയിൽ നിന്ന് ഇത്രയും മാറ്റം എന്റെ കർത്താവ് എനിക്ക് തരുവാനിടയായി. ഇതില് ഞാൻ പറയുന്നത്, ചുരുക്കമായി ഞാൻ ഇനി പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പോകുന്നത്, ദൈവമക്കളോട് ഉള്ള ദൈവത്തിന്റെ ആ പദ്ധതിയിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ നമ്മൾ അതിനെ അനുവദിച്ചില്ല എങ്കിൽ ദൈവം നമ്മളെ കൊണ്ടുവരും. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുക. ദൈവത്തിന് വേണ്ടി നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി തയ്യാറാകുക. ദൈവമക്കള് നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിയെങ്കിൽ നമുക്ക് അതിന് കർത്താവ് തന്നെ നമ്മൾ നടത്തുവാനും പരിപാലിപ്പാനും ശക്തനാണ്. ഇന്ന് ഞാൻ ഈ വാഹനം ഓടിക്കുന്ന വാഹനം പലരും അത് ഓടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എങ്ങനെ ഓടിക്കുന്നു, നിനക്കത് ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഇത്തിരി കമ്പിയൊക്കെ കിടക്കുന്ന രംഗത്തിലാണെങ്കിൽ ഇത് ഓടിച്ചു പോകാൻ ദൈവനെ ശക്തീകരിക്കുന്നു. പലയിടങ്ങളിലും പോയി ഇത് എന്റെ സാക്ഷ്യം പറയുവാൻ ദൈവം ഇടവരുത്തുന്നു. കർത്താവിന്റെ നാമം ഇനി മഹത്വപ്പെടുത്തി ഇത്രയും എന്നെ ആ അവസ്ഥയിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന എന്റെ ദൈവത്തിന്റെ സകല മാനവ മഹത്വം ഞാൻ അർപ്പിക്കുന്നു. ഞങ്ങളെ ഓർത്തും ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തും എന്റെ കുടുംബത്തെ ഓർത്തും എന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. ദൈവം ആഗ്രഹിക്കും. താങ്ക് യു പാസ്റ്ററെ, അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളെ കുറേ തിരിച്ചറിവുകൾക്ക് ഒക്കെ കാരണമായി തീരും. എന്തുകൊണ്ട് സംഭവിച്ചു, നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടതെന്ന് സ്വയം ശോധന ചെയ്യാനൊക്കെ ഇടയായിത്തീരും. പാസ്റ്റർ അനുഭവങ്ങളും അങ്ങനെ തന്നെത്താൻ ശോധന ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. എന്തായാലും നമ്മളെ കർത്താവ് പൂർണ്ണമായി കൈവിട്ടില്ല, പടിപടിയായിട്ട് വിടുവിച്ച്, അല്ലേ, ഒരു ശുശ്രൂഷയിലും അതുപോലെ തന്നെ വണ്ടി ഓടിക്കത്തക്കോണം ഒക്കെ കർത്താവ് നമ്മളെ മുൻപോട്ട് കൊണ്ടുവരാനിടയായി തീർന്നു. ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കും, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം എന്താ അങ്ങനെ ചെയ്തത്, അല്ലേ? നമ്മൾ സ്വയമായിട്ട് ചോദിക്കും, മറ്റുള്ളവരും ചോദിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ ഇപ്പം ഒരു വാക്കുപോലും ദൈവത്തെ തള്ളിപ്പറയോ കുറ്റം പറയുകയോ ചെയ്തില്ല. എന്നാൽ അതിൽ നിന്ന്, ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക, അല്ലേ? ആ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ്, അതിനെ ഇനിയും കൂടുതൽ എങ്ങനെ വന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവനാമോഹത്വത്തിന് പ്രയോജനപ്രദമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞത്, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കില്ല, എന്തിനു വേണ്ടി എന്നേ ചോദിക്കാവുള്ളൂ. എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട്, പക്ഷേ എന്തിനു വേണ്ടി? ദൈവത്തിന് ഇതിനകത്തുള്ള ഉദ്ദേശം എന്തുവാ? ദൈവം ഇനി എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ മറ്റ് പലർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. ശരി പാസ്റ്ററെ, ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതുപോലെ കർത്താവില് നമ്മുടെ ഏത് അവസ്ഥയിലൂടെ കടത്തി വിട്ടാലും അവിടെ നമ്മള് ഞാൻ ഈ സുഖത്തോടെ ഇരുന്നപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ അധികം ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം, അതായത് പൗലോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് നമ്മളോട് സംസാരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. നമുക്കൊരു പലരും ഇപ്പോ എന്നെ കുറിച്ച് പറയാൻ, നീ ഒരു ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. നിന്നെ പോലെ ഭാഗ്യവാൻ ആരുമില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം നമ്മളെ അതിയായി സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഞാനും വൈഫ് ഇന്നലെ കടന്നുപോയ ഒരു യാത്രയില് ഞാൻ നമ്മളെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നതാണ്. കർത്താവ് നമ്മളെയും അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും നമ്മളിങ്ങനെ തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ചിലപ്പോൾ ആരെയും സ്നേഹിക്കുന്നില്ലായിരിക്കാം എന്ന്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത്രയ്ക്ക് ദൈവം എല്ലാവരെയും ദൈവത്തിലുള്ളത് സ്നേഹം തന്നെയാണ്. ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ വാക്ക് പറയുകയാണ്. കാരണം നമ്മൾ അനുഭവിക്കുന്നത് ഒന്നിനും ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഒത്തിരി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ അതൊന്നും എല്ലാം നിറവേറണമെന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ മേൽ നിറവേറുന്നതാണ് ഏറ്റവും മെയിൻ കാര്യം.
നമ്മുടെ ആഗ്രഹം നിറവേറുന്നതല്ല. എന്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പറയുന്ന സമയത്ത് ഒരുപക്ഷെ കാണും. പക്ഷെ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനേക്കാൾ അധികം ദൈവത്തിന്റെ ഹിതം നമ്മുടെ മേൽ നിറവേറുവാൻ വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുന്നതാണ്. എല്ലാ ഇടങ്ങളിലും അത് വിജയമാകുന്നതും അവിടെ സന്തോഷം ഉണ്ടാകുന്നതും സമാധാനം ഉണ്ടാകുന്നതും എല്ലാം ദൈവത്തിന്റെ ആഗ്രഹത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്നതാണ്. അതാണ് ദൈവത്തിന്റെ വഴികളും നമ്മുടെ വിചാരങ്ങളും, ദൈവത്തിന്റെ വിചാരങ്ങളും നമ്മുടെ വഴികളും ദൈവത്തിന്റെ വഴികളും തമ്മിലുള്ളതായ ആ വ്യത്യാസം എന്തെന്ന് ദൈവം നമ്മളെ കാണിച്ചു തരും. അതുകൊണ്ട് ഈ വാക്കുകളാണ് എനിക്ക് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്. നമ്മുടെ ഹിതമല്ല, എല്ലാം ദൈവഹിതത്തിനു വേണ്ടി വിട്ടുകൊടുക്കുക. നമ്മുടെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ, എനിക്ക് പ്രയാസങ്ങൾ വന്നപ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴാണ് പറയുന്നത്. നമ്മുടെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. അപ്പോഴാണ് ദൈവം എടുത്ത് നമ്മളെ പണിയുവാൻ പോകുന്നത്, പണിഞ്ഞു തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ചതഞ്ഞു കിടക്കുന്ന ഓടയെ തന്നെ അവൻ ഒടിച്ചു കളയാതെ എടുത്ത് പണിയുന്ന ദൈവം. ആ ദൈവം മറ്റൊരു ഒരു ഓട ഒരു കുഴലെടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിലല്ല, അതിനെ തന്നെ പണിത് പുറത്തു കൊണ്ടുവന്ന് മനോഹരമായൊരു നാദം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ പണിയും. അതിന് സംശയമില്ല. അത് ഞാനിന്ന് അനുഭവിക്കുകയാണ്. എന്റെ ഭവനത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. നിരവധി വ്യക്തികൾ എന്നോട് പ്രാർത്ഥനകൾക്കൊക്കെ വിളിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയങ്ങൾ, എല്ലാ കാര്യങ്ങളും അവരുടെ സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ചുറ്റുപാടും ഒക്കെ ഉള്ളവരൊക്കെ നമ്മളോടൊന്ന് പറയുന്നതും ഫോണിലൂടെ വിളിച്ച് പറയുന്നതും എല്ലാം അവരുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. രോഗികളായാലും രോഗങ്ങളും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിലൂടെ പലരും കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ഇതിനെല്ലാറ്റിൽ നിന്നും പുറത്ത് തന്നെ കൊണ്ടുവരും, വിജയകരമായിട്ട് കൊണ്ടുവരും, അത്ഭുതമായിട്ട് കൊണ്ടുവരും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും നിങ്ങൾ തളർന്നു പോകണ്ട. ദൈവം നിങ്ങളോ കൂടെയുണ്ട്. ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. അത് പരാജയത്തിനോ ദുഃഖത്തിനോ വേണ്ടിയുള്ളതല്ല. വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം, ആ വിലപിക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ മുൻപിലുണ്ടെന്ന് കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. അത് നൃത്തമാക്കി തന്നെ ദൈവം മാറ്റട്ടെ. അതാണ് എന്റെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ ദൈവത്തെക്കുറിച്ച് എനിക്കിവിടെ പറയാനുള്ളത്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. കർത്താവ് നമ്മളെ നടത്തുവാൻ ശക്തനാണ്. പാസ്റ്റർക്ക് തന്നെ പ്രാർത്ഥിക്കാം കേട്ടോ, ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അങ്ങയുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയങ്ങൾ ആരും മുഖാമുഖം ഒരുപക്ഷെ കണ്ടിട്ടുള്ളവരല്ലായിരിക്കാമെങ്കിലും ദൈവം ഞങ്ങളെ ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അടിയൻ ഇവിടെ പറഞ്ഞ ഈ ലഘുവായ അടിയന്റെ അനുഭവ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുകയും അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറുകയാനും ദൈവം ഇടയാക്കണമേ. ഈ നിമിഷം കർത്താവെ, പല ഭാരങ്ങളിലൂടെ മാനസികമായൊക്കെ തളർന്ന് ജീവിതം മടുത്തിരിക്കുന്നവരാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ എന്റെ ദൈവം ശക്തനെന്ന് അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അവരെ സഹായിക്കുകയും അവരെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് അവരെ നിലനിർത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം എപ്പോഴും മഹത്വപ്പെടുമാറണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളുടെ നല്ല പിതാവേ. അമേൻ, അമേൻ, അമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ, കാവൽ നാം എല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നുന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ വിൻസെന്റ് പാസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുക, ഇത്ര സമയങ്ങൾ വന്ന സാക്ഷ്യങ്ങൾ പങ്കുവെച്ചതില്. അതെ, തീർച്ചയായിട്ടും എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കർത്തൃദാസന് വളരെയധികം നന്ദിയുണ്ട്. വളരെ നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു. എന്നാൽ ദേവദാസന്മാരിലൂടെ അത് ഒരുക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ചാനലിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായി തീരും. താങ്ക് യു പാസ്റ്റർ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.